ആരാധിക്കുന്ന സഹോദരങ്ങൾക്കൊക്കെ പ്രയോജനപ്പെടുത്തക്ക വിധം പ്രാർത്ഥനാ പുരസ്സരം നൂതനമായ ചില ആശയങ്ങൾ, ചില ചിന്തകൾ നിങ്ങളോട് പങ്കിടാനാണ് പ്രാർത്ഥനയോട് നിൽക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു ജനിച്ച് അത്ഭുത പ്രവൃത്തികൾ ചെയ്ത് മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്നതുകൊണ്ട് അല്ല ക്രൈസ്തവർ യേശുവിനെ ദൈവമായി ആരാധിക്കുന്നത്. യേശുവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ സംഭവങ്ങളും യേശു കർത്താവ് ജനിക്കുന്നതിന് കാലങ്ങൾക്കപ്പുറത്ത് പ്രവാചക ശ്രേഷ്ഠന്മാർ ആത്മനിറവിനാൽ എഴുതിയിരുന്നു. യേശു എവിടെ ജനിക്കണം? ബേത്ലഹേമിൽ. 2 ബേത്ലഹേമുകൾ അന്നുണ്ട്. അതിൽ ജൂഡിയായിലെ ബേത്ലഹേമിൽ യേശു ജനിക്കണം എന്ന് ഒരു പ്രവാചകൻ പറഞ്ഞു. അതിനു മുമ്പുണ്ട് പ്രവചനം. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും, സ്ത്രീയുടെ മകനെന്ന് വിളിക്കപ്പെട്ടു. സ്ത്രീയുടെ മകനെന്നുള്ള വിശകലനം കാലം കുറെ കൂടി കഴിഞ്ഞപ്പോൾ ആ സ്ത്രീയുടെ സ്ഥാനത്ത് കന്യക എന്ന വ്യക്തത കയറി വന്നു. സ്ത്രീയാണ്, കന്യകയാണ്. പണ്ട് സ്ത്രീ എന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. അടുത്തത് യേശുക്രിസ്തു ജനിക്കേണ്ട ഗോത്രമേതയെന്ന് കാലങ്ങൾക്കപ്പുറത്ത് പ്രവചിക്കപ്പെട്ടു. യഹൂദ ഗോത്രം. യഹൂദ ഒരു ബാലസിംഹം. യേശുവിനുള്ള ഒരു സവിശേഷ പേരുണ്ട്, യാക്കോബിൽ നിന്ന് ഉദിക്കുന്ന നക്ഷത്രം. അതും മുൻകൂട്ടി പ്രവചിക്കപ്പെട്ടു. യേശുവിന് മറ്റൊരു പേരുണ്ട്, യഹൂദ ഗോത്രത്തിലെ സിംഹം. ആ പേരും മുൻകൂട്ടി പ്രവചിക്കപ്പെട്ടു. യേശുവിന് ഇനിയും ഒരു പേരുണ്ട്, ഇമ്മാനുവൽ. ആ പേരും മുൻകൂട്ടി പ്രവചിക്കപ്പെട്ടു. ഇനി യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം സംബന്ധിച്ചുമുണ്ട് മുൻകൂട്ടി പറഞ്ഞ പ്രവചനങ്ങൾ. സ്വന്തം ശിഷ്യനാൽ ഒറ്റിക്കൊടുക്കപ്പെടുന്നതിനെ പറ്റി, സ്വന്തം ജനം തള്ളിക്കളയുന്നതിനെപ്പറ്റി, ഒറ്റിക്കൊടുക്കുന്നതിന് പ്രതിഫലമായി 30 വെള്ളി നാണയം ലഭിക്കുന്നതിനെ പറ്റി, ആ പണം കൊണ്ട് അത് ഭണ്ഡാരത്തിലിടുന്നത് വിഹിതമല്ല എന്ന് കരുതി വഴിപോക്കർക്ക്, അനാഥർക്ക് ശവക്കോട്ട വാങ്ങാൻ ആ പണം വിനിയോഗിക്കുമെന്നതിനെപ്പറ്റി, ചുരുക്കി പറഞ്ഞാൽ യേശുവുമായി ബന്ധപ്പെട്ട സകല വിഷയങ്ങളും യേശു ജനിക്കുന്നതിൻ്റെ അനവധി ആണ്ടുകൾക്കപ്പുറത്ത്, 1000 ആണ്ട് മുമ്പ്, 800 കൊല്ലം മുമ്പ്, 700 കൊല്ലം മുമ്പ് മുൻകൂട്ടി പുസ്തകത്തിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ട് കർത്താവ് പറയാ, അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. കാരണം പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അപ്പോൾ വാഗ്ദത്തം പോലെയാണ് യേശുവിൻ്റെ പിറവി, വാഗ്ദത്തം പോലെയാണ് യേശുവിൻ്റെ വളർച്ച, വാഗ്ദത്തം പോലെയാണ് അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെടുന്നത്, അവിടുത്തെ അങ്കിക്കായി ചീട്ടിടുന്നത്. ഇവയെല്ലാം മുൻകൂട്ടി പറഞ്ഞു, കാലങ്ങൾക്കപ്പുറത്ത് രേഖപ്പെടുത്തി വെച്ചു. അങ്ങനെയെങ്കിൽ അതേ യേശു കർത്താവ് നമ്മോട് പറഞ്ഞതാണ്, തിരുനാമത്തിൽ നാം ഒത്തുചേരുന്ന ഇടത്ത് അവിടുത്തെ സാന്നിധ്യമുണ്ടെന്ന്. ആ വചനം പിൻവലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്ന് നമ്മുടെ മധ്യത്തിൽ ഇപ്പോഴും അതിന് പ്രസക്തിയില്ലേ? ആ വാഗ്ദത്തം ഒരു സത്യമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. നമുക്ക് ആ വാഗ്ദത്തത്തെ അനുധാവനം ചെയ്യുവാൻ ഇന്ന് രാത്രി ഒരുങ്ങേണ്ടതുണ്ട്. പ്രാർത്ഥനയോടെ തുറന്നുള്ള വിശദീകരണത്തിലേക്ക് പോകാം. പ്രവചനം യേശുവിനെ പറ്റി പറഞ്ഞു. ആ പ്രവചനം നിറവേറുന്ന സമയം ദൈവത്തിനല്ലാതെ ആർക്കും അറിയില്ല. നമ്മുടെ അപാകത എവിടെയാണ്? നമുക്കെല്ലാം വാഗ്ദത്തമുണ്ട്, പക്ഷേ എപ്പോൾ നിറവേറുമെന്നറിയില്ല. നമ്മുടെ എല്ലാം പ്രശ്നം അത്. ദൂതുകൾ ദൈവദാസന്മാർ പറയും, ദൈവമക്കൾ പറയും, ആത്മനിറവിലെ ആലോചന ഇറങ്ങിക്കും, നമ്മളത് ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ നാളുകളായി അത് കിട്ടാതെ വരുമ്പോൾ നമ്മൾ ആ വിഷയം വിടും, നമ്മൾ ആ വിഷയം മറക്കും. പക്ഷെ വാഗ്ദത്തം തന്നവൻ മറക്കില്ല. അവിടുന്ന് എന്തരുളി ചെയ്തോ
കാലമെത്ര കഴിഞ്ഞാലും അത് യാഥാർത്ഥ്യമാക്കുമെന്ന് അനുഭവം കൊണ്ട് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്നിവിടെ ഉണ്ട്. അതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ മറിയം ഇങ്ങനൊരു വാഗ്ദത്വമൊന്നും കിട്ടിയ സ്ത്രീ അല്ല. അവരൊരു സാധാരണ സ്ത്രീ, ഒരു സഹോദരി, ഒരു പെൺകുട്ടി. അവരൊരു സാധാരണ പെൺകുട്ടിയാണ് എന്ന് നമ്മൾ പറയുന്നത് എന്തോ ഗുരുതരമായ തെറ്റാണെന്ന് ചില ആളുകൾ കരുതിയിരുന്നു. അല്ലേ? സാധാരണ സ്ത്രീയല്ലേ? എൻ്റെ മകളെപ്പോലെ, നിങ്ങളുടെ മകളെപ്പോലെ, നിങ്ങളുടെ അമ്മയെപ്പോലെ, ഇവിടെ ഇരിക്കുന്ന നിങ്ങളെപ്പോലെ ഒരു സഹോദരിയാണോ മറിയം? ആണോ? അല്ല. കണ്ടോ? അങ്ങനെയാണ്. അവരെ പിന്നെ എങ്ങനെ നമ്മൾ വിളിക്കുന്ന? വിശുദ്ധ മറിയം എന്ന് വിളിക്കാവോ? തെറ്റുണ്ടോ? വിശുദ്ധ മറിയം എന്ന് വിളിക്കുന്നത് തെറ്റില്ലെന്ന് മാത്രമല്ല, അതാണ് ശരി. എങ്ങനെ വിളിക്കണം? വിശുദ്ധ മറിയം. പക്ഷെ എങ്ങനെ വിളിക്കരുത്? പരിശുദ്ധ മറിയം എന്ന് വിളിക്കരുത്. എങ്ങനെ വിളിക്കാവൂ? വിശുദ്ധ പൗലോസ് എന്ന് പറയില്ലേ? വിശുദ്ധ പത്രോസ് എന്ന് പറയില്ലേ? ദൈവദാസന്മാരെ നമ്മുടെ വിശുദ്ധന്മാരെന്ന് വിളിക്കില്ലേ? നമ്മളെല്ലാം വിശുദ്ധരാണെന്നുള്ള കാര്യം അറിയോ? ഇല്ല. കണ്ടോ? നമ്മളെല്ലാം വിശുദ്ധരാണെന്ന് സംശയണ്ട. നമ്മുടെ ഉപയോഗത്തിൽ അതങ്ങനെ ഇല്ലെന്നേ ഉള്ളൂ. നമ്മളെല്ലാം വിശുദ്ധരാണ്. വിശ്വാസമില്ല? അവൻ നമ്മളെ വിശുദ്ധരും നിഷ്കളങ്കരുമായി മുൻ നിയമിച്ചു വച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. വിശുദ്ധരെല്ലാം തോന്നുന്നുണ്ടോ? ഞാനതിന് പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഈ വിശുദ്ധരായത്. അത് അശുദ്ധരാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? കൊള്ളരാത്തവരാണ് നമ്മളെന്നൊക്കെ തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ട് പോകണമല്ലോ. അതിന് പരിഹാരം ഉണ്ടാണല്ലോ. എത്ര നാൾ അങ്ങനെ ഇരിക്കും? ഇത് ശരിയാകണ്ടേ? നമ്മളൊരു പാട്ട് പാടില്ലേ, ജീവിതം ഇന്നും ശരിയായിട്ടില്ല അയ്യോ എന്നൊക്കെ പാടുമല്ലോ. നമുക്കത് ശരിയാകണമല്ലോ. എന്നത്തേക്ക് ബാക്കി വെച്ചിരിക്കുക. നമ്മുടെ ഒരു സഹോദരൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. മുറ്റുകുടിയനായിരുന്നു. അപ്പം ഞാനീ കല്യാണത്തിന് വേണ്ടി ആരെയും സ്നാനപ്പെടുത്തുകയില്ല. അപ്പോൾ സഭയിൽ വലിയ പ്രശ്നം, ഇദ്ദേഹം സ്നാനപ്പെട്ടേ പറ്റൂ. ഈ ആളൊടുവിൽ ഓഫീസിൽ വന്നു. അപ്പോൾ ഞാൻ അയാൾക്ക് ഫേവറായിട്ട് പറഞ്ഞു, ഇപ്പം രക്ഷിക്കപ്പെടുന്നവർക്കുള്ള സ്നാനം, അല്ലാതെ കല്യാണം കഴിക്കുന്നവർക്കുള്ളതാണോ? അല്ല. അപ്പം ഞാൻ കല്യാണമൊക്കെ നടത്തി തരാം, അതിനുവേണ്ടി നിങ്ങൾ മുങ്ങണ്ട. ഇങ്ങനെ പറയുന്ന പാസന്മാർ ചുരുക്കമാണ്. അപ്പോൾ ഏതായാലും ഇതെല്ലാം പുള്ളിക്ക് വലിയ സന്തോഷമായി. അപ്പോഴും ആൾ അത്ര നല്ല കണ്ടീഷനിലല്ല വന്നിരിക്കുന്നത്. അപ്പനും അമ്മയൊക്കെ ഉണ്ട്. ഞാനിത് കഴിഞ്ഞ് ചോദിച്ചു, ആട്ടെ ഇത് എന്നെങ്കിലും ഒരിക്കൽ നിർത്തണമല്ലോ. ആ ആഗ്രഹം ഉണ്ടല്ലോ, എല്ലാ കുടിയന്മാർക്കും ഉണ്ട് ആഗ്രഹം. ഒരു ദിവസം നടത്തണമല്ലോ. അതെന്നായിരിക്കും? അത് പറഞ്ഞാലേ കല്യാണം നടക്കുകയുള്ളൂ. നടപ്പിലാക്കണമെന്നൊന്നുമില്ല, മനുഷ്യൻ്റെ കാര്യമല്ലേ. നിങ്ങളൊന്ന് പറയും, ഇതെന്നാ നിർത്തുന്നേ? പുള്ളി കുറച്ചേരം ഇങ്ങനെ നോക്കിയിരുന്നു. ഞാൻ പറഞ്ഞതൊക്കെ നിർത്താൻ പറ്റിയ നല്ലൊരു സമയമാണ് ഈ കല്യാണം. ഒരു പുതിയ ജീവിതമൊക്കെ തുടങ്ങാൻ പറ്റിയൊരു സമയമാണ്. ഇത് കേട്ട് ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഇവിടെ വെച്ച് നിർത്തി, എനിക്ക് സ്നാനപ്പെടണം. നടന്ന സംഭവമാണ്. ദൈവസന്നിധി കള്ളമല്ല പറയും. അങ്ങനെ ആ മനുഷ്യനെ ഞാൻ തന്നെ സ്നാനപ്പെടുത്തി, കല്യാണവും നടത്തി. തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നു. ആദ്യം സഭാകാളി വരും, പായൊക്കെ വിരിക്കും, വളരെ ഡീസൻ്റായി. അധികം നാൾ പക്ഷേ അവരുടെ ജീവിതം നീണ്ടു നിന്നില്ല. മഞ്ഞപ്പിത്തം ബാധിച്ച് അദ്ദേഹം കത്തസനയിൽ ചേർക്കപ്പെട്ടു. ആ ഭൗതിക ശരീരം അടക്കിയത് ഞാനാണ്. വലിയ ദുഃഖമായിരുന്നു. എന്നോട് വലിയ സ്നേഹമായിരുന്നു. പറഞ്ഞു വന്നത്, ഈ ഒരാൾ ശരിയാകണമല്ലോ നമ്മളല്ലേ, ശരിയാകണം. അതെപ്പോഴാണ്? എന്നോടല്ല പറയേണ്ടത്, ദൈവത്തോടാണ് പറയേണ്ടത്.
എനിക്ക് എന്തൊക്കെയോ കുറവുണ്ട്, എനിക്കൊന്ന് ക്ലീൻ ആകണം, എനിക്കൊന്ന് ശുദ്ധനാകണം, എനിക്കൊന്ന് ശരിയാകണം. വേണ്ടേ? ഈ ആഗ്രഹമില്ലാത്ത ആരുമില്ല, എല്ലാവരിലും ഉണ്ട്. ഇത് ആഗ്രഹമാണ് കൂടുതൽ. ആ ആഗ്രഹവും അനുദിന ജീവിതത്തിലെ തെറ്റുകളും തമ്മിലുള്ള സമ്മർദ്ദമാണ് നമ്മുടെ ജീവിതം. ആ ആഗ്രഹത്തിലേക്ക് ആത്മാവ് നമ്മളെ നയിക്കുമ്പോൾ ജഡം നമ്മളെ ഇവിടെ തളച്ചിട്ട് തോൽപ്പിക്കും. അവ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് വാസ്തവത്തിൽ മനുഷ്യൻ്റെ ജീവിതം. ഞാൻ അതുകൊണ്ട് ഇതെങ്ങനെയാണ് വിശുദ്ധരായി എന്ന് നമുക്ക് ഞാൻ ക്രമേണ പറയാം. അവൻ അറിയും, ഒരു സ്ത്രീ, ഒരു സഹോദരി കർത്താവിനെ അറിഞ്ഞു വന്ന കാരണത്താൽ അവർ വിശുദ്ധരാണ്. അങ്ങനെയുള്ള ആ കർത്തൃദാസി, ആ പെൺകുട്ടി, ഒരു ദിവസം ഒരു ദൂത പ്രത്യക്ഷതയ്ക്ക് വിധേയായി. ഗബ്രിയേൽ എന്ന ദൂതൻ മറിയെ കണ്ടു. മറിയെ കണ്ടിട്ട് ഈ ദൂതൻ പറയുന്നൊരു കാര്യമുണ്ട്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. എപ്പോഴായി കൃപ ലഭിച്ചേ നമുക്കറിയില്ല. ദൂതൻ പറഞ്ഞപ്പോഴാണ് ജലിപ്പിച്ചെന്ന് പറയാൻ പറ്റില്ല, അത് പ്രസന്റ് ടെൻസാ. ഓൾറെഡി കിട്ടിയ ഒരു കാര്യം പറയാ, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ഇതില് ഈ വന്നിരിക്കുന്ന ദൂതന്റെ ചിറകുകളോടെ, തേജസ്സോടെ, ജ്വലനത്തോടെ, മഹിമയോടെ അല്ല മനുഷ്യരിലേക്ക് വരിക. പിന്നെ എങ്ങനെ? നമ്മളെപ്പോലൊരു പുരുഷനായിട്ടാണ് ദൂതൻ മനുഷ്യർക്ക് പ്രത്യക്ഷപ്പെടുക. മനസ്സിലാവുന്നില്ല? ബൈബിളിൽ ദൂതൻ വന്നല്ല എങ്ങനെ? ഒരു പുരുഷൻ. എല്ലാ തേജസ്സും ഇല്ല, എന്നെ നിങ്ങളെക്കാൾ ഒരു വ്യത്യാസമില്ല, ഒരു പുരുഷൻ. തെളിവെന്താണെന്നറിയണ്ടേ? അബ്രഹാമിൻ്റെ വീട്ടിൽ 3 ദൂതന്മാർ, 3 പുരുഷന്മാർ. മാലാഖ എന്ന് പറയുന്ന ആളുകൾ എങ്ങനെ വന്ന? മാലാഖമാർ എങ്ങനെ വന്നേ? പുരുഷന്മാർ. സന്ധ്യായാഗത്തിൻ്റെ സമയത്തൊരു പുരുഷൻ. എങ്ങനെയാ? അതുകൊണ്ട് അബ്രഹാം അറിയാതെ ദൂതനെ സൽക്കരിച്ചെന്ന്. ഈ തേജസ്സൊക്കെ ഉണ്ട്, ദൂതനാണെന്നറിയില്ലേ? ചിറകൊക്കെ ഉണ്ട്, അറിയത്തില്ലേ? ചിറകൊന്നുമില്ല, ഒരു പുരുഷനാണ്. ഇനി അല്പം കൂടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറയാം. അതുകൊണ്ടാ ലോത്തിൻ്റെ വീട്ടിൽ വന്നിരുന്ന ആ ദൂതന്മാരെ കണ്ടിട്ട് തിന്മ പ്രവർത്തിക്കുന്ന ആളുകൾ വന്നിട്ട് ഈ തിന്മയ്ക്ക് വേണ്ടി അവരെ വിട്ടുകൊടുക്കാൻ പറയുന്നുണ്ടാ? തേജസ്സൊന്നുമില്ല, എന്നെ നിങ്ങളെയും പോലെയാണ്. പുരുഷന്മാർ, ദൂതന്മാർ വരുന്നത് എങ്ങനെ? പുരുഷഭാവത്തിലാണ്. മാലാഖ എന്ന് പറഞ്ഞാൽ ആരാ? പുരുഷഭാവമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാകാത്തത് നിങ്ങളുടെ പ്രശ്നമല്ല, ആരുടെയും പ്രശ്നമില്ല. ഈ മാലാഖ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് നൈറ്റിയൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു കൊച്ച, ഈ മുമ്പിലിരിക്കുന്ന ഈ പ്രായത്തിലൊക്കെ ഉള്ളൊരു പെണ്ണ്, ഒരു 10-16 വയസ്സുള്ളൊരു കൊച്ചിൻ നൈറ്റി ഇട്ട് ഇരിക്കുന്നതാണ് വരച്ചു വെച്ചിരിക്കുന്ന ദൂതൻ. അങ്ങനല്ലേ? അതുകൊണ്ടാണ് പെൺകുട്ടികൾക്കൊരു പേര് വിടും, ഏഞ്ചലോസ് അല്ലേ? ഏഞ്ചലോസ് എന്നൊക്കെ. വാസ്തവത്തിൽ പെൺപിള്ളേർക്ക് ഇടാൻ പറ്റിയ പേരല്ല. ഓയസിൽ പേര് തീർന്നാൽ അത് പുല്ലിംഗ ശബ്ദമാണ്. ഗ്രീക്ക് നിയമം അങ്ങനെ. ഓയസ്, ഏഞ്ചലോസ്, സ്റ്റാവ്റോസ്. ഓയസിൽ അതിരുന്നെങ്കിൽ ശബ്ദം പുല്ലിംഗമാണ്. ലോഗോസ്. എങ്ങനെയാ? ഞാൻ പോട്ടെ, ഞാൻ പേരൊക്കെ എന്തില്ലാട്ടെ. ഒരു പുരുഷൻ വന്നിട്ട് മറിയത്തോട് പറഞ്ഞു, കൃപ ലഭിച്ചവളെ വന്ദനം. അപ്പോൾ ഇന്നെന്ന പോലെയല്ല അന്നത്തെ കാലം. കഴിവതും സ്ത്രീകളെ കണ്ടാൽ പുരുഷന്മാർ അവരുടെ വഴിക്കങ്ങ് പോവാ. പുരുഷൻ അങ്ങനെയും മാറിപ്പോവാ. അപ്പോൾ വന്ദനം പറഞ്ഞപ്പോൾ ഒരപരിചിതത്വം തോന്നിയ മറിയം തിരിച്ചൊതുക്കിയ, ഇതെന്ത് വന്ദനം? അവൾ നിന്നിട്ട് അടുത്ത കാര്യം പറഞ്ഞു കൊടുക്കുക. കർത്താവിൻ്റെ ശക്തി, കർത്താവിൻ്റെ ദൂത്, കർത്താവിൻ്റെ ആലോചനയാ ഞാൻ നിനക്ക് തരുന്നത്. അടുത്ത അല്പം കഠിനമാണ് പറയുന്ന കാര്യം. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവൻ അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അതിൻ്റെ രീതി എങ്ങനെയാണെന്ന് പറയുക. അത്യുന്നതൻ നിന്റെ മേൽ വഴും, അത്യുന്നതൻ പരിശുദ്ധാത്മാവ് നിഴലിടും. അപ്പോൾ അത്യുന്നതൻ്റെ നിഴൽ, പരിശുദ്ധാത്മ സാന്നിധ്യം. അടുത്ത് പറയുക, ഒരു പുരുഷപ്രജ ജനിക്കും.
3 കാര്യങ്ങൾ കാണാം. അത്യുന്നതന്റെ നിഴല്, പരിശുദ്ധാത്മാവിൻ്റെ വരവ്, ഒരു പുരുഷപ്രജയുടെ ജനനം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിന്നിൽ സമ്മേളിക്കും, നീ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കും, അവൻ ദൈവത്തിൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. ഈ ദൂത് മുഴുവൻ ഒറ്റ ശ്വാസത്തിൽ ദൂതനങ്ങോട്ട് പറയുക. അപ്പം ഈ സഹോദരി തിരിച്ചൊരു പ്രതികരണം, ഞാൻ പുരുഷനെ അറിഞ്ഞില്ല, വിവാഹം ഒന്നും കഴിച്ചിട്ടില്ല, ഇതെങ്ങനെ? ഇവളുടെ ഈ മറുപടി ഒരു പുതിയ സന്ദേശം, ഒരു പുതിയ വസ്തുതയാണ്. കാരണം എന്താണെന്നറിയണ്ടേ? നമ്മൾ കേട്ടത് മറിയം അമലോത്ഭവ, അഥവാ ഒരു പരിശുദ്ധ ജനനം മറിയയ്ക്കും കിട്ടിയെന്നും മറിയ ദൈവമാതാവായിരുന്നെന്നും മറിയ സ്വർഗാരോപിതയാണെന്നും ഒക്കെ ചിന്തിച്ചു പോന്ന ഒരു സമൂഹത്തെ ചോദ്യം ചെയ്യുന്നൊരു വചനമാണ്. കാരണം മറിയം സർവജ്ഞാനിത്വവും സർവ്വവ്യാപിത്വവും ഈ അറിവും ദൈവമാതാവും ഇന്നീ പറയുന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ദൂതനോട് തിരിച്ചു പറഞ്ഞാൽ മതി, ഇതെല്ലാം എനിക്കും അറിയാം. ശരിയല്ലേ? ദൂതൻ പറയാതെ അറിയണ്ടേ? ദൂതൻ പറയുമ്പോൾ ശരിയിടുകയല്ല ചെയ്തത്, ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുക, ഇതെങ്ങനെ? ദൂതനോട് പറഞ്ഞാൽ മതി, എനിക്കിതെല്ലാം അറിയാം, നീ മറ്റുള്ളവരോടാണ് ഇത് പറയേണ്ടത്, അവർക്ക് ബോധ്യം വരട്ടെ, സമയം കളയാതെ അങ്ങോട്ട് പൊക്കോണം, ഫീൽഡിൽ പൊക്കോണം, മറ്റുള്ളവരോട് പറഞ്ഞോണം. അങ്ങനല്ലേ പറയണ്ടേ? മറിയയ്ക്ക് ഇന്ന് കേൾക്കുന്ന തരത്തിലെ സിദ്ധിവിശേഷങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇതായിരുന്നു വേണ്ടേ. കാരണം ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഈ പറയപ്പെട്ടവയൊന്നും മറിയം മുൻകൂട്ടി അറിഞ്ഞില്ല. ഒരു സാധാരണ പെൺകുട്ടി, അവർ പറയുക, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അങ്ങ് പറഞ്ഞതുപോലെ എനിക്ക് ഭവിക്കട്ടെ. അപ്പോഴാൾ പറയും, നമ്മൾ മറിയത്തെ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട കാര്യമാണോ? അത് വലിയൊരു പദവിയാണ്, വലിയൊരു പദവി, ആർക്കും പറിച്ചു മാറ്റാനാവാത്തൊരു പദവി, റിട്ടയർമെൻ്റ് ഇല്ലാത്ത പദവി, നമ്മളെ ടെർമിനേറ്റ് ചെയ്യാനാവാത്ത പദവി, ആജീവനാന്തം നിലനിൽക്കുന്ന പദവി. ആ വലിയ പ്രിവില്ലേജിലേക്കാണ് അവൾ സ്വയം തന്നെ സമർപ്പിച്ചിട്ട് പറയുക, അങ്ങ് പറഞ്ഞതുപോലെ എനിക്ക് ഭവിക്കട്ടെ, ദൂത് എന്നിൽ സംഭവിക്കട്ടെ, നീ പറഞ്ഞ വാഗ്ദത്തം എന്നിൽ സംഭവിക്കട്ടെ, നീ പറഞ്ഞ ചിന്ത എന്നിൽ ആവസിക്കട്ടെ, അത്യുന്നതന്റെ നിഴല് എൻ്റെ മീതെ വരട്ടെ, പരിശുദ്ധാത്മ സാന്നിധ്യം എൻ്റെ മീതെ വരട്ടെ, ഒരു പുരുഷപ്രജ എന്നിൽ രൂപപ്പെടട്ടെ, അവൻ ദൈവപുത്രൻ വിളിക്കപ്പെടട്ടെ. ആ സമർപ്പണത്തിലാണ് ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ജഡരൂപമെടുത്ത് ഒരു സ്ത്രീയിൽ അങ്കുരിക്കാൻ തുടങ്ങിയത്. സമർപ്പണത്തിൻ്റെ മുമ്പിലാണെങ്കിൽ ഇന്ന് രാത്രി വചനം കേൾക്കുമ്പോൾ സമർപ്പിക്കപ്പെടുന്നവർക്ക് വേണ്ടി, ദൂതറ്റെടുക്കുന്നവർക്ക് വേണ്ടി, വാഗ്ദത്തത്തിന് കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പുറപ്പെട്ടു വരുന്ന ദൈവികമായ ആലോചനകൾ അതിൻ്റെ ഉദ്ദേശം സാധിക്കാതെ തിരിച്ചു പോകയില്ല. അതുകൊണ്ട് ആരവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കും? വ്യത്യസ്തമായ ഒരു ദൂത് ദൈവത്തിന് അവരോട് പറയാനുണ്ട്. അത് വ്യത്യസ്തമാണ്. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ചാട്ടെ, ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ വിശ്വസിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് മുമ്പോട്ട് പോകാം. പ്രിയപ്പെട്ടവരെ, ഈ ദൈവകൃപ എന്ന പദം നമ്മൾ ധാരാളം കേൾക്കുന്ന അല്ലേ? നമുക്ക് ഇഷ്ടമുള്ളൊരു പദം അത്, കൃപ. ആ പദം ഇഷ്ടമില്ലാത്ത ആരുമില്ല. ദൈവകൃപ വേണം എന്നൊക്കെ നമ്മൾ പറയല്ലേ അല്ലേ? മക്കളോടത്ത് അടങ്ങിയിരുന്നേ. ഈ വിക്രമൻ ബാങ്ക് കൊള്ളയടിക്കാൻ പോകുന്ന പോലെ അവിടെ ഇരുന്നോണം, ഒരു വിഷയം ഉണ്ടാക്കാതെ അവിടെ ഇരുന്നോണം. അടുത്തവൻ ഇരിക്കുന്നുണ്ടോ? പോട്ടെ. അപ്പോൾ ശ്രദ്ധിച്ചിരുന്നേ. ഇവിടെ വന്നിരുന്നേ. നമുക്ക് നിന്നോട് ഒത്തിരി ആലോചന പറയാനുള്ള, സ്ഥിരം പറയുന്നത് ഞാൻ, എല്ലാ തവണയും പറയുന്നത് അവളോട്. പിന്നെ കാണണം കേട്ടോ. നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ അങ്കിളിവിടെ വരുമ്പോഴൊക്കെ ദൂത് പറഞ്ഞിട്ടുണ്ടോ എന്ന്. നിങ്ങളാ എന്നെ അംഗീകരിക്കാത്ത ഇഷ്ടംപോലെ ആലോചന പറഞ്ഞിട്ടുണ്ട്. പോട്ടെ. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കണം, വചനത്തിലേക്ക് വരണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പദമാണ് ഈ കൃപ അല്ലേ? പിന്നെ ഇടയ്ക്കൊരു കാര്യം, ഏതൊരാളോട് ചോദിച്ചാലും, വിശേഷിച്ച് പ്രായമുള്ള മനുഷ്യരൊക്കെ ഉണ്ട്, അവരെല്ലാം ഒരുപോലെ പറയും, പണ്ടത്തെ നാളുകളിൽ നമുക്ക് ലഭിച്ച ഒരു ദൈവകൃപയുടെ സാക്ഷ്യം പറയാത്ത മനുഷ്യരാരും ഇവിടെ ഇല്ല. ശരിയല്ലേ? ഇറങ്ങി തിരിച്ച നാളിൽ കിട്ടിയ ചില ആത്മചൈതന്യത്തിൻ്റെ അനുഭവങ്ങൾ എല്ലാവരും പറയും. ചൂട്ടുകറ്റ കത്തിച്ചു പോയതും
പാട്ട് പാടിയതും അത് പറയാത്തൊരു മനുഷ്യർ, ആ പണ്ടത്തെ നാളുകളെ ഓർക്കാത്ത ഒരു വിശ്വാസിയില്ല. അതായിരുന്നു നല്ലതെന്നാണ് എക്കാലത്തും മനുഷ്യർ ഓർക്കുന്നത്. അങ്ങനെയാണ് ആ പണ്ടത്തെ നാൾ. പക്ഷെ ഇന്നതൊന്നുമില്ല. ഇന്നൊരു ചൈതന്യമില്ല. പാട്ട് പാടിയാൽ ഒരു ആത്മാർത്ഥമില്ല. ദൂതൊരുക്കി വരുന്നില്ല. എപ്പോഴും സഭയ്ക്കുള്ളിൽ നടക്കേണ്ട ഒന്നും നടക്കുന്നില്ല. കൃപാവരങ്ങളില്ല, വ്യാഖ്യാന വരങ്ങളില്ല. പണ്ടൊക്കെ ഒരു പാട്ട് പാടിക്കഴിയുമ്പോൾ ആത്മാവിൽ ആരാധിച്ചിട്ട് അന്യഭാഷകളിൽ ചില സംസാരിച്ചിട്ട് അവസാനം രണ്ടുപേരായി ചുരുങ്ങി ഒരാളത് വ്യാഖ്യാനിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ഇന്നിതൊന്നുമില്ല. നമ്മൾ പറയുന്നൊരു കാര്യമല്ലേ? ശരിയാണോ? അങ്ങനെ പറയാറില്ലേ നിങ്ങളൊന്നും? പണ്ടൊക്കെ കുമ്പനാട് കൺവെൻഷന് പോയാൽ എന്തായിരുന്നു? ഭയങ്കര സന്തോഷം. ഓലക്കീറയിൽ നിന്ന് കൺവെൻഷൻ കൂടിയതും നടന്ന് തിരിച്ച് ഇവിടെ വന്നതും ഒക്കെ പറയും. ഇന്ന് ഈ സന്തോഷമില്ല എന്ന് പറയല്ലേ? അങ്ങനെയല്ലേ? ഈ യോഗത്തിന് നിങ്ങളെല്ലാം വന്നു. നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്കും പറയാനുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിച്ചൊരു സന്തോഷവും ഒരു ദൈവകൃപയും അങ്ങോട്ട് കിട്ടണില്ല. ഇതാര് തരുമെന്നാണ് നിങ്ങൾ ഓർത്ത? ഞാനോ? മനോജ് ബാസറോ? നിങ്ങളിത് ആരല്ലേ പ്രതീക്ഷിച്ച്? ഞാൻ നിങ്ങളീ പ്രതീക്ഷിച്ചാ വന്നേ. വ്യാഖ്യാനം ഉണ്ടാകുമെന്നും പ്രവചനം ഉണ്ടാകുമെന്നും ഒക്കെ നിങ്ങളിൽ നിന്ന് ഇത് കിട്ടാനാ ഞാൻ വന്നേ. എന്നിൽ നിന്ന് ഇത് കിട്ടാനാ നിങ്ങളിരിക്കുന്നത്. രാജുപാസ് പറയുന്നത് എന്നിൽ ഇതൊന്നും ഇല്ല, നമ്മളിത് കൊടുക്കണം അദ്ദേഹത്തിന് ഫ്രീ ആയിട്ട്. ദാനിയൽ വാസ് പറയും മനോജ് ഭാഷയിൽ ഇതൊന്നുമില്ല. ഏട്ടാ, നമ്മുടെ പണി എന്തോ പിടിയിട്ടില്ല. പിന്നെ ഇരിക്കുന്ന ഈ സന്തോഷമൊക്കെ ഉണ്ടാക്കാൻ നമ്മുടെ പണി എന്താന്ന്? ഇത് ആര് കിട്ടണമെന്നാ ഈ പറയുന്നേ? മനസ്സിലായില്ല? പിടിയിട്ടില്ല. മനോജ് വാസ് കിട്ടിയില്ലെന്ന് ഞാനും, എൻ്റെ ശുശ്രൂഷ കിട്ടിയില്ലെന്ന് ദാനിയൽ പാസ്റ്ററും, ദാനിയേൽ വാസ് ശുശ്രൂഷ കിട്ടില്ലെന്ന് യാക്കോബ് പാസ്റ്ററും, ഇതിലൊന്നും കിട്ടുന്നില്ലെന്ന് രാജു പാസ്റ്ററും നമ്മൾ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവം പറഞ്ഞായിരുന്നു ഇതുവഴിയാ നിന്റെ വിടുതലെന്ന്. നമ്മുടെ കുറ്റം പിടിയിട്ടോ? പിടിയിട്ടില്ല. നമ്മളിൽ ഇതുണ്ടാകണമെന്ന് എത്ര പേർ ആഗ്രഹിച്ച് ഇന്നിവിടെ വന്നു. അണ്ട് അവിടെയാണ് നമ്മൾ ഒരുങ്ങട്ടെ. ഈ ഒരു കുറ്റം എനിക്ക് എല്ലാവരെയും, ഞാനടക്കം ഉള്ളവരെ പറ്റി പറയാനുള്ള ഒരു കുറ്റം അതാന്ന്. മറ്റെവിടെയോ എനിക്ക് കിട്ടണം. സത്യസന്ധമായൊരു പ്രവചനം കേട്ടിട്ട് എല്ലായിടത്തും തട്ടിപ്പാ, ശരിയായൊരു പ്രവചനം കേൾക്കുന്നില്ല. ആരോടാ പറയുന്നത്? നിങ്ങൾക്കത് പ്രകടിപ്പിക്കാൻ തടസ്സം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചോ. എനിക്കത് പ്രകടിപ്പിക്കാൻ തടസ്സം എന്തെന്ന് ഞാൻ ചിന്തിക്കാതെ മറ്റുള്ളവരിൽ ഇത് കണ്ടെത്താൻ ഞാൻ നടത്തുന്ന ശ്രമത്തെ കണ്ട് ദൈവ സകത വെച്ചിട്ട് പറയാ, നിന്നെയും വിളിച്ചത് ഇതിനാ, നിന്നെയും തിരഞ്ഞെടുത്ത ഇതിനാ, നിന്നിലും നിറയ്ക്കാൻ എനിക്ക് സാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞിട്ടും നീ എന്തുകൊണ്ട് സമർപ്പിച്ചില്ല? ആ ചോദ്യത്തിന്റെ നടുവിലാ ഈ സഹോദരി പറയുന്നത്, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നീ പറഞ്ഞതുപോലെ എനിക്ക് ഭവിക്കട്ടെ. അങ്ങനെയെങ്കിൽ നമുക്കിന്ന് തിരുത്തി ജീവിതത്തെ ഒന്ന് പുനഃപരിശോധിച്ച് ദൈവത്തിന്റെ കൃപകളും പദ്ധതികളും ഏറ്റെടുക്കാൻ ആരെന്ന് സന്നദ്ധരാകും? അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മഹാദൈവത്തിന്റെ ഇടപെടൽ എനിക്കല്ല, നിങ്ങൾക്കല്ല. പറയാനറിയാത്ത പറഞ്ഞ് പ്രതിഫലിപ്പിക്കാനാവാത്ത വിധത്തിൽ ദൈവികമായ ആ പദ്ധതിയുടെ വെളിപ്പെടൽ നമ്മുടെ ജീവിതത്തിൽ വീണ്ടും ആരംഭിക്കാൻ ഒരു സമർപ്പണത്തിന് ആര് തയ്യാറുണ്ട്? അവരിലൂടെ നഷ്ടപ്പെട്ടു പോയ കൃപകൾ ജ്വലിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു രാത്രിയാ. ആര് വചനം കേൾക്കുന്നു അവർക്ക് വേണ്ടി ഇടപെടുന്ന ദൈവപരിശുദ്ധാത്മാവ് തടസ്സമില്ലാതെ ഇടപെടുമ്പോൾ അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഒരു പുരുഷ പ്രജ ജനിക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് ദൂത് യാഥാർത്ഥ്യമെന്ന് കരുതി ഏറ്റെടുത്ത ആ കർത്തൃദാസിയെ പോലെ ആരുണ്ട്? ആ ദൈവപ്രവൃത്തി സ്വന്തം ജീവിതത്തിൽ ഒന്ന് രൂപപ്പെട്ട് കിട്ടാൻ കാത്തിരിക്കുന്നത് ആരുണ്ട്? അത് പാസ്റ്ററിലൂടെയല്ല, അതിഥി പ്രസംഗങ്ങളിലൂടെയല്ല, അതിഥി പാട്ടുകാരിലൂടെയല്ല. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ശിശുവിൽ, എൻ്റെ പിതാവിൽ വചനം പറയുന്ന പോലെ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണും. വൃദ്ധന്മാരും യൗവനക്കാരും കുഞ്ഞുങ്ങളും ദർശനങ്ങളെ കാണുന്ന മനോഹരമായ ദൈവപ്രവൃത്തിയുടെ വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ അത് ഏറ്റെടുക്കാൻ കഴിയാതെ അകലങ്ങളിലേക്ക് മാറി നിൽക്കുമ്പോൾ കുറവ് മറ്റുള്ളവരിലല്ല, അത് പ്രസംഗിക്കുന്ന എന്നിലാണ്, കേൾക്കുന്ന നിങ്ങളിലാണ്, പാടുന്ന നമ്മളിലാണ്. ആ കുറവിനെ ഒന്ന് തിരിച്ചറിഞ്ഞ് മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് സ്വയം പുതുക്കാൻ ഈ രാത്രി ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ക്ഷമിക്കണം, നമ്മൾ ഇനി കുറവെല്ലാം നികത്തുന്ന എങ്ങനെയാ? അത് കുറെ ടെക്നിക്കലി കുറെ പരിപാടിയൊക്കെ ചെയ്താ അല്ലേ? ഉണർവുണ്ടാകുന്ന എങ്ങനെയാ?
കുറേ ടെക്നിക്കൊക്കെ കാണിച്ച് കൺവെൻഷന് പാടാൻ കുറേ ആളുകളെ നിർത്തി. അവരെയും കുഴപ്പമില്ല, അവർക്ക് നല്ല പാട്ടൊക്കെ അറിയാം. പാടാൻ അവസരമില്ലാത്തതുകൊണ്ടാ. പാടുന്നതിനേക്കാൾ നമുക്ക് ഇഷ്ടപ്പെടുന്നത് ഉപരിതലത്തിലെ ബഹളത്തിലാണ്. മനസ്സിലായില്ല? നിങ്ങളോട് ഈ വർഷിപ്പ് ലീഡർമാർ ഈ നല്ല ആരാധന വെളിപ്പെട്ട് വരുമ്പോൾ ഇവർ ഈ വള്ളംകളിയുടെ കമൻട്രി പറയുന്നല്ലോ അവിടെ നിൽക്കുക. ആത്മപ്രവൃത്തിയോടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക, ദൈവകൃപ ഇവിടെ ഇടപെട്ടുകൊണ്ടിരിക്കുക, ജലരെ ദൈവം തൊട്ടുകൊണ്ടിരിക്കുക. ഈ വള്ളംകളിയുടെ കമൻട്രി ഇത് തന്നെയാണ്. പായ്പാട് ചുണ്ടൻ ദേവറസിനെ പിന്തള്ളി ഇഞ്ചോടിഞ്ച് 2 ചുണ്ടൻ വള്ളങ്ങൾ. ഇവനെന്തോ പണി? ഇവനിനകത്തില്ലെന്ന് ഇവൻ കമൻട്രി പറയുക അവിടെ നിന്ന്. ഇവൻ മാത്രമല്ല, നമ്മൾ പാസുമാർ ഇതൊക്കെ തന്നെ ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് ഇത് തിരിച്ചു വരണ്ടേ? എൻ്റെ ചോദ്യം അത് പിണങ്ങരുത് പറയുന്നതിനകത്ത്. ശരിയല്ലേ? അല്ലെ ക്രിക്കറ്റിൻ്റെ കമൻട്രി ഇതിനകത്ത് കേൾക്കുന്നല്ലോ. പണ്ടൊക്കെ ഈ വള്ളംകളി കേട്ടാൽ നമ്മളൊക്കെ ഇത് പഠിച്ചു തുടങ്ങി, പഴയ ആൾക്കാർ റേഡിയോയ്ക്കകത്ത്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാണ്ട് നടക്കുന്നു, ഇത് വലിയ പ്രവൃത്തി വെളിപ്പെടുക ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഈ ഇട നികത്തുന്നത്. ഇതിങ്ങനെ അല്ല നികത്തണ്ടേ. ഉണർവിൻ്റെ മാനദണ്ഡം, ഉണർവ് വേണമെന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല കേട്ടോ. അതിനൊറ്റ വഴിയുള്ളൂ, അനുതാപം. ഉണർവിൻ്റെ പ്രകട ലക്ഷണം കണ്ണീരാ. ഹൃദയം പൊടിയുന്നില്ലെങ്കിൽ, കണ്ണീര് വരുന്നില്ലെങ്കിൽ ഉണർവല്ല. അകത്ത് വന്ന് കൊള്ളണം ദൂത്. കുറവുകൾ ഏറ്റെടുത്തിട്ട് പറയണം, അതൊന്ന് സമ്മതിച്ചു കൊടുക്കുക. ഞാൻ ഈ കാട്ടുന്ന ചിലതിലൊക്കെ പ്രകടനപരതയുണ്ടേ. എൻ്റെ ശബ്ദത്തിൽ, എൻ്റെ രീതിയിലൊക്കെ ജനങ്ങളെ ചലിപ്പിക്കാൻ, നിങ്ങളുടെ ശൈലിയിലൊക്കെ ജനങ്ങളെ ചലിപ്പിക്കാൻ, ഒരു ഉണർവിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ ശബ്ദമാന്ത്രികത്വമോ ശബ്ദ സൗകര്യങ്ങളോ ഒക്കെ ഉപയോഗിച്ചിട്ട് അന്തരാത്മാവിൽ ക്രിയ ചെയ്യാതെ പുറമേ കൂടി മാത്രം സ്പർശിച്ചു പോകുന്ന ഉപരിതല വാക്കുകൾ പറഞ്ഞു വിട്ട് മനുഷ്യനെ ഇളക്കാൻ ശ്രമിക്കുന്ന നല്ല ഉണർവ് അന്തരാത്മാവിൽ കുറ്റബോധം വരട്ടെ. ശരിയായിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട്, ആത്മാവിലൊന്ന് പാടിയിട്ട്, ഹൃദയം തുറന്ന് ദൈവത്തെ ഒന്ന് ആരാധിച്ചിട്ട് നാളെത്രായി. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയണ്ടേ? നമുക്കിഷ്ടം ഇന്ന് ഇതര വ്യവഹാരങ്ങളില്ല. രോഗം വരുന്നു, കമ്മിറ്റി കൂടണം, കമ്മിറ്റി നടത്തണം, എൻ്റെ ഇഷ്ടം സാധിക്കണം, ശത്രുവിനെ ഒതുക്കണം, എതിരാളി ഒതുക്കണം, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ദൈവത്തിൻ്റെ പ്രത്യേകതയുണ്ട്. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കില്ലേ. അപ്പോൾ നമ്മൾ ആലോചിച്ച്, നമ്മൾ പ്രാർത്ഥിച്ചാലും നമ്മുടെ ശത്രു പ്രാർത്ഥിച്ചാലും കേൾക്കാൻ ഒരാളേ ഉള്ളൂ. ശരിയല്ലേ? പിടിയിട്ടില്ല. നിങ്ങൾക്കൊരാളുടെ പിണക്കമുണ്ടെന്ന് വൈകിട്ടിരുന്ന് മുഴങ്കോലിരുന്ന് പ്രാർത്ഥിക്കുക, അവനെ തട്ടണേ എന്ന് പറഞ്ഞാൽ അവനും അപ്പുറത്തിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം ഒന്നും കേൾക്കില്ല, മൈൻഡ് ചെയ്യില്ല. കൊള്ളാം. അങ്ങനെയാ. SI അടുത്തൊരു കേസ് കൊണ്ട് കൊടുക്കുക, മറ്റവരും പോയിട്ടുണ്ട് കൊടുക്കാൻ. പുള്ളിക്ക് 2 വശവും ഏതാണ്ടൊക്കെ മനസ്സിലായി. അപ്പം നിങ്ങൾ ആശ്രയിച്ച പാർട്ടിക്കാരൻ വിളിച്ചു, മറ്റേ പാർട്ടിക്കാരനും വിളിച്ചു, 2 കൂട്ടരും പറഞ്ഞു. ഇതിനകത്തെ ഇതാ പോലീസുകാരൊരു ജോലി അതായി അമിക്കബിളായിട്ട് ഇത് സെറ്റിൽ ചെയ്യണം, ആർക്കും പ്രശ്നമില്ലാത്ത വിധത്തിൽ. അത് വലിയ പാടാണ്, അഡ്മിനിസ്ട്രേഷൻ പാടാ. അത് ചില പോലീസുകാരൊക്കെ ആത്മഹത്യ ചെയ്തിട്ട് എല്ലാ വിഷയത്തിൽ എന്താ കാര്യം, കൈകാര്യം ചെയ്യാൻ വയ്ക്കില്ല. ഈ സമ്മർദ്ദം, പ്രഷറാണ്, ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ ദൈവത്തിന് ഈ പ്രഷറൊന്നുമില്ല. അവിടുന്ന് പണ്ടേ തീരുമാനിച്ചിട്ടുണ്ട് എന്ത് വേണമെന്ന്, അതങ്ങ് നടപ്പിലാക്കുക. അതിന് മര്യാദയ്ക്ക് പോയാൽ നമുക്ക് കൊള്ളാമല്ലേ, അത് കഴിയുക. അപ്പം നമുക്ക് ഇതിനെ ആഴത്തിൽ പരിശോധിക്കണം. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു കാഴ്ച നോക്കുകയാണ്. ഈ സഹോദരി എന്തൊക്കെയാണ് പറഞ്ഞ്, സഹോദരിയോട് പറഞ്ഞ കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ. അവസാനം അവൾ പറഞ്ഞു, ആട്ടെ അങ്ങ് പറഞ്ഞ പോലെ എനിക്ക് ഭവിക്കട്ടെ. ദൂതൻ അന്നേരം പോയി. ആ സഹോദരി വീട്ടിൽ ചെന്നു. ഇതാദ്യം പങ്കുവച്ചത് ആരോടായിരിക്കും? വീട്ടിൽ ചെന്ന് ഒരു പെൺകുട്ടിയല്ലേ, ആരോടാ പറയുക? ആദ്യം അവരുടെ അമ്മയുടെ അടുത്താ പറയും. പിന്നെ ഒരാൾ, അവളുടെ അനിയത്തി അവിടെ ഉള്ള വീട്ടിൽ. നമുക്ക് പരിചയമുള്ളൊരു സഹോദരി ആ വീട്ടിലുണ്ട്. ആരാ? മറിയത്തിൻ്റെ അനിയത്തി ആരാ? അറിയില്ല. യോഹന്നാൻ്റെ അമ്മ അറിയോ? സുശേഷയുടെ യോഹന്നാൻ്റെ അമ്മ ശലോമിയുടെ ഹസ്ബൻഡാണ് സെബദി. അറിയില്ലായിരുന്നത്? അപ്പോൾ യേശുവിൻ്റെ കുഞ്ഞനുജനാണ് യോഹന്നാൻ, അനിയത്തിയുടെ മോനാണ്. അപ്പോൾ ഒരനിയത്തിയുണ്ട്, അന്ന് കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. അമ്മ
ബ്രദറുണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പനും അമ്മയൊരു അനിയത്തി ഉണ്ടെന്നുള്ളതിന് തെളിവ്. വീട്ടിൽ ചെന്ന് ഈ ബ്രദറൊക്കെ ഉണ്ടെന്ന് അങ്ങ് കൂട്ടിക്കോ. ആദ്യം ചെന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ ഒരു ദൂതനെ കണ്ടു. ദൂതൻ എന്നോട് സംസാരിച്ചു. നിങ്ങളുടെ മോൾ ഇതുപോലെ ഒന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുമോ? പെട്ടെന്ന് പാസ്വേഡ് പറഞ്ഞാൽ വിശ്വസിക്കുമോ ദൂതനെ കണ്ടെന്ന്? അനജ്ബക്ക് പാസ്റ്റൊക്കെ ആണെങ്കിൽ തിരിച്ചു പറയും, അതങ്ങനെയൊന്നുമല്ല. ഞാനാണ് ഇപ്പം നിങ്ങൾ ദൂതനെ കണ്ട എനിക്കറിയാമല്ലോ സംഭവിച്ചു എന്താണെന്നർത്ഥം. കാണും. എൻ്റെ വീട്ടിൽ കഴിഞ്ഞിടയ്ക്ക് വർഷങ്ങൾക്കപ്പുറത്ത് കർത്താവാണെന്ന് പറഞ്ഞൊരു മനുഷ്യൻ വന്നു. ഇവിടെ കണ്ട് മുള്ളു കൊണ്ടൊരു പാടുണ്ട്. അപ്പം അയാളുടെ പോയി നമ്മൾ സംവാദം നടത്തിയിട്ട് കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞു ഇപ്പം അങ്ങനെ ആട്ടെ, നമ്മളിങ്ങനെ അനുഗ്രഹിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. ചായ കൊടുത്തു. മനസ്സിലായില്ലേ? കാരണം ഇയാളോട് ഒത്തിരി സംസാരിച്ചിട്ട് കാര്യമില്ല. കാരണം രോഗം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. വീണ്ടെടുക്കാൻ വന്നതാണ്. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഞാനാ ഉള്ളതെന്ന് എന്നോട് പറഞ്ഞു ലോകത്ത്. ഞാൻ പറഞ്ഞു അങ്ങനെ ആകട്ടെ, സന്തോഷമുള്ളൂ എനിക്ക്. നമ്മളെന്തിനാ വിരോധിക്കുന്നത്? അപ്പോൾ അത് ട്രോൾ ചെയ്ത് വിടുന്ന പോലെ അങ്ങ് വിട്ടതാ, പോട്ടെ. ഈ അമ്മയുടെ അടുത്ത് വന്ന് ഇത്രയും പ്രായമുള്ളൊരു കൊച്ചു 16-17 വയസ്സുള്ള കാണെങ്കിലും കാണും. അവൾ വന്നിട്ട് ഈ കാര്യം അങ്ങോട്ട് പറയുമ്പോൾ ആദ്യം സീരിയസ് അല്ല, രണ്ടാം ഘട്ടം സീരിയസാണ്. എന്നിട്ട് അടുത്ത കാര്യങ്ങൾക്കൊക്കെ ആ ദൂതൻ പറഞ്ഞ ആലോചന, ഞാൻ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവിടെ മുതൽ അമ്മ ഉടക്കി, നീ എന്തായി പറയുന്നേ? നിനക്കിത് തോന്നലാ, നിനക്ക് സ്വപ്നം കണ്ടതാ, അങ്ങനെയൊന്നും ഭവിക്കരുത്, അങ്ങനെ നടക്കല്ലേ, വിട്ടേക്കാ വിഷയം. അപ്പോൾ അവളുടെ ഉള്ളിൽ രൂപപ്പെട്ട ദൂത് ഒരാളോടൊന്ന് കൺവിൻസ് ചെയ്യിക്കാൻ പോലും പറ്റുന്നില്ല. അതാ ചിലതരം ദൂതിൻ്റെ പവർ. ചിലർക്കത് പിടികിട്ടത്തില്ല. ദൈവത്തിൻ്റെ ഇടപെടൽ ചിലർക്ക് മനസ്സിലാവില്ല. ദൈവിക വാഗ്ദത്തങ്ങളുടെ ആഴം ചിലർക്ക് പിടികിട്ടത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ആ അതിരുകളെ മുഴുവൻ നമുക്കൊന്ന് വിശാലമാക്കണം. സങ്കല്പങ്ങൾക്കപ്പുറത്ത് പ്രവർത്തിക്കുന്നൊരു ദൈവം, ഇനിയും ദൈവം എന്നെ ഉപയോഗിക്കുമോ എന്ന് സ്വയം ചോദിച്ച് ചുരുങ്ങരുത്. അതിന് പ്രായം തടസ്സമല്ല, ജീവിത പശ്ചാത്തലം തടസ്സമല്ല, നമ്മൾ ആരായിരിക്കുന്നത് തടസ്സമല്ല. ഇടപെടുന്നൊരു മഹാദൈവം തൻ്റെ കൃപ കാണിക്കുവാൻ, തൻ്റെ കരുണ കാണിക്കാൻ അടുത്തു വരുമ്പോഴൊക്കെ അവിശ്വാസത്തിൻ്റെ ശബ്ദം 100 കേൾക്കും. എന്തിനാണെന്നറിയണ്ടേ? ഈ ദർശനം ഉരച്ച് രാഗി മിനുക്കി കരുത്തിട്ടതാക്കി തീർക്കാനാ ഇത്രയും പ്രതികൂല ശബ്ദങ്ങൾ ചുറ്റും കേൾക്കുന്നത്. അപ്പോഴൊക്കെ ഭക്തൻ പറഞ്ഞുകൊള്ളണം, നോ. നിങ്ങൾ എന്നെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ, അവിശ്വാസം ജനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പാ, ആ ദൂത് എൻ്റെ ഉള്ളത്തിൽ രൂപപ്പെട്ട് വരുന്നുണ്ട്. അതിങ്ങനെ കരിപ്പിടിപ്പിച്ച് വരുന്നുണ്ട്. ആ ഭ്രൂണം രൂപപ്പെട്ടിട്ടുണ്ട്. അതെൻ്റെ ഉള്ളത്തിൽ വളരുന്നുണ്ട്. ആരും പുറമേ കണ്ടാൽ മനസ്സിലാകാത്ത വിധം എൻ്റെ അകത്ത് ഒരു രൂപാന്തരത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നുണ്ട്. ഒരു ദൈവകൃപയുടെ ശക്തി എൻ്റെ ശരീരത്തിൽ വ്യാപരിക്കുന്നുണ്ട്. ഞാൻ ആകെ മാറിക്കൊണ്ടിരിക്കുക, അടിമുടി മാറിക്കൊണ്ടിരിക്കുക. ഓരോ ഘട്ടം കഴിയും തോറും മറിയത്തിന് ദൈവം കൊടുത്ത വാഗ്ദത്തം എന്തോ അത് നടക്കുക. പക്ഷെ ഒരു പെൺകുട്ടിയല്ലേ, അമ്മയ്ക്ക് അറിവുണ്ടല്ലോ. അവളില് ഒരു പെൺകുട്ടി ഗർഭം ധരിക്കുന്ന ശരീരത്തിൻ്റെ ഘടനയും രീതിയും സവിശേഷതകളും അമ്മയ്ക്കറിയാം. അമ്മക്ക് ഒരു ദിവസം അപകടം ബോധ്യപ്പെട്ടു. ഉദരം വീർത്തു വരുന്നു, മുഖകാന്തി വർദ്ധിച്ചു വരുന്നു, ഊർജ്ജസ്വലയായി മാറുന്നു. പ്രകടമായ ലക്ഷണങ്ങൾ കാട്ടിത്തുടങ്ങിയപ്പോൾ അമ്മയ്ക്കിനെ ഒളിപ്പിച്ചു വെക്കാൻ വയ്യ. അപ്പനെ വിളിച്ചു. എങ്ങനെത് പറഞ്ഞറിയിക്കണമെന്നറിയില്ല. ഒരു രഹസ്യമുണ്ട്. അപ്പനരിയിൽ വിളിച്ചു. ഇത് മുഴുവൻ അപ്പനോട് പറയുക. എത്ര ഞെട്ടലോടാകും അപ്പൻ കേട്ടിരിക്കും. നിങ്ങൾ അലച്ചിട്ടുണ്ടോ? അപ്പനവളെ വലിയ കാര്യം, ഒരു പെൺകുട്ടിയല്ലേ. അപ്പൻ ചെറിയ കുട്ടി കേൾക്കാതെ മറിയത്തെ വിളിച്ചു. മക്കളെ വാ, പപ്പ ചോദിക്കട്ടെ. ചേർന്ന് നിന്നേ. പപ്പയ്ക്ക് നിന്നെ വിശ്വസിക്കാമോ? എന്തായി കേൾക്കുന്നേ? നേരാണോ? പപ്പയോട് പറ, തമാശ പറഞ്ഞാണോ? എന്ത് കാര്യം പറയൂ. അവള് പറഞ്ഞു, പപ്പ ഞാൻ സന്തോഷവതിയാ, ഞാൻ സംതൃപ്തയാ. എൻ്റെ ഉള്ളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട് ഒരു വാഗ്ദത്തം.
അപ്രിയമായ സത്യം കേൾക്കാനാവാതെ അപ്പൻ വിഷമിച്ചു. അപ്പൻ പറഞ്ഞു, നിന്റെ താഴെ ഒരു പെണ്ണ് വളർന്നു വരിക, നാട്ടിലൂടെ ഇറങ്ങിടക്കാൻ വയ്യ, അപമാനിക്കപ്പെടും. അതുകൊണ്ടേ നമ്മൾ കൃപ കൃപ എന്ന് കേട്ടിട്ടുണ്ട്. ഇതിന് ഇങ്ങനെ ഒരു വശമുണ്ടെന്ന് പലർക്കും അറിയില്ല. കൃപയുടെ ഒരു ഭാഗം നല്ലതാണെങ്കിലും അതിൻ്റെ മറുഭാഗം താങ്ങാൻ ത്രാണിയില്ലെങ്കിൽ പറ്റില്ല. അത് നമ്മളെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തും, കുടുംബത്തിട്ട് വേദനിപ്പിക്കും, കൂടെ വരുന്നവരുടെ മുമ്പിൽ അപഹസിക്കപ്പെടും. തെരുവിലൂടെയൊക്കെ ഈ അപ്പൻ നടന്നു പോകുമ്പോൾ ഇന്നലെ വരെ കൂട്ടുകൂടി നടന്ന ആളുകളെ പരിഹാസരൂപേണ പലതും പറയുക ഒരു മനുഷ്യനെ കുറിച്ച്. വിവാഹ നിശ്ചയം കഴിഞ്ഞ പെണ്ണ്, അവരുടെ നാട്ടിലെ സംസ്കാരം അനുസരിച്ച് വിവാഹ നിശ്ചയം കഴിഞ്ഞ പെണ്ണ് ഇങ്ങനെ വിവാഹ നിശ്ചയം കഴിഞ്ഞവരുടെ കൂടെ കൂടാവുള്ളൂ. ചെറിയ പെൺകുട്ടികളൊന്നും കൂടാൻ പാടില്ല. വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുക. അത്തരം കൂട്ടുകാർക്കൊരു ശിരോവസ്ത്രം കാണും, അത് അടയാളം. അവരാ ഒരുമിച്ച് കൂടുന്നത്, അവരാ ഒരുമിച്ച് സംസാരിക്കുന്നത്. പക്ഷേ അടുത്ത വീട്ടിലെ അപ്പനമ്മമാരൊക്കെ പറഞ്ഞ അവളുടെ അരികിൽ കൂടരുത്, അത് ശരിയല്ല. അവിടെ അനിയത്തിയുടെ ദുഃഖം മനസ്സിലായോ? കലാലയത്തിൽ പഠിക്കാൻ പോകുമ്പോൾ എൻ്റെ ചേച്ചിക്ക് എന്തുണ്ട് വിശേഷം? ഇതുവരെ ചോദിക്കാത്തവരും ചോദിക്കുക, ചേച്ചി സുഖമായിരിക്കുന്നോ? കുത്തി കുത്തിയുള്ള മുനവെച്ച ചോദ്യങ്ങളുടെ നടുവിലൂടെ കൃപ പ്രാപിച്ചവൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴും അവൾക്ക് ആശങ്കയില്ല, അവൾക്ക് ഭയമില്ല, അവൾക്ക് ദുഃഖമില്ല. ഇത്തരം ഒറ്റപ്പെടലുകൾ ഭക്തന്റെ ജീവിതത്തിൽ ഇതല്ലെങ്കിൽ മറ്റൊരു രൂപത്തിലൊക്കെ സംഭവിക്കുമ്പോൾ അടിപതറരുത്. നിവരെ നിൽക്കുന്ന ദൈവകൃപ ജീവിതത്തിലേക്ക് വരണം. അപ്പോഴൊക്കെ ആ വചനമോർക്കണം, അത്യുന്നതന്റെ നിഴല്, സർവശക്തന്റെ ആ കൃപ, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വ്യാപരിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഓർമ്മപ്പെടുത്തലോടെ മറിയ കൂടുതൽ കൂടുതൽ ഓരോ പരിഹാസ ശബ്ദങ്ങളുടെ നടുവിലും വിശുദ്ധയാവുക, കരുത്ത് പ്രാപിക്കുക. ഹല്ലേലൂയാ. കരുത്തോടവൾ മുമ്പോട്ട് പോകുക. ഇതിനിടയിലെ ഈ പ്രസവ ഘട്ടത്തേക്ക് അടുക്കുമ്പോഴേക്കും നാട്ടിൽ ഇതെല്ലാം പാട്ടായി. അങ്ങനെ മനുഷ്യരെ അവർക്ക് യാഥാർത്ഥ്യം അറിയണ്ട. പറഞ്ഞു നടക്കാൻ ഒരു തരിമ്പ് കാര്യമുണ്ടെങ്കിൽ എത്ര വേഗത്തിൽ അതെത്തിക്കാം. അതാണ് നാട്. സഹതാപം നിങ്ങളോടില്ല, സഹായിക്കാൻ ആരുമില്ല, അപഹസിക്കാൻ 100,000 ആളുകൾ ഇങ്ങനെ കാവൽ നിൽക്കും. പക്ഷെ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ഇതെങ്ങനെ താങ്ങി? ഈ ദൂതന് വന്ന അപ്പനോടും അമ്മയോടും ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നു, പ്രശ്നം തീർന്നു. പേടിക്കണ്ട കേട്ടോ. ഞാൻ അവിടെ അടുത്ത് ചെന്നേ അവരോട് ദൂതറിയിച്ചേ. ദൂതൻ ഇതൊന്നും പറയുന്നില്ല. ചിലപ്പോഴൊക്കെ നമ്മൾ ഒരാലോചന പ്രതീക്ഷിച്ചിരിക്കുന്ന ഘട്ടത്തിൽ ഒരു മറുപടിയുമില്ലാതെ ജീവിത ശുഷ്കമെന്ന് തോന്നുന്ന മരുഭൂമിക്ക് തുല്യമായ അവസ്ഥയിൽ ആശങ്ക വേണ്ട. ഞാൻ പ്രാപിച്ചതെന്തോ അതിനെ കടഞ്ഞെടുത്ത് ഏറ്റവും കൊള്ളാകുന്നതാക്കി മാറ്റാൻ 100,000 പ്രതിസന്ധികൾക്കകത്തിട്ട് അതിനെ രൂപപ്പെടുത്തി മിനുക്കി ആയുധമാക്കി അതിനെ ആവനായിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് തത്സമയം വരുമ്പോൾ എഴുത്ത് പ്രയോഗിക്കത്തക്ക വിധം ആ ദൂതിന് ശക്തി വരാൻ ചിലപ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയേക്കാം. അത് നിങ്ങളെ എടുത്തെറിഞ്ഞേക്കാം. അത് നിങ്ങളെ പ്രതികൂലത്തിന്റെ മുൾമുനയിൽ കൊണ്ട് നിർത്തിയേക്കാം. വീട്ടിലും നാട്ടിലുമൊക്കെ ഒറ്റപ്പെടാം. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ ഇവക്കൊരു സത്യസന്ധമായ ആലോചനയ്ക്ക് അനുബന്ധമായ ഒരു ആലോചന കിട്ടിയിരുന്നു. എന്താണെന്ന് അറിയണ്ടേ? നിന്റെ ചാർച്ചക്കാരി എലിസബത്ത് ഉണ്ടല്ലോ, അവരെന്താ 6 മാസം കൂടി ഈ കുട്ടിയേക്കാൾ പ്രായമുള്ള കുഞ്ഞിനെ ഗർഭം ധരിച്ചിട്ടുണ്ട്. ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട് അടുത്ത അധ്യായത്തിൽ. ആ കണ്ടുമുട്ടൽ മറിയയ്ക്ക് കൊടുത്ത ആശ്വാസം എത്ര വലുതാ. മറിയത്തെ കണ്ടിട്ട് പറയുക, ഇതാ എൻ്റെ കർത്താവിൻ്റെ അമ്മ. ഹല്ലേലൂയ. അവ പരസ്പരം കണ്ടപ്പോൾ പറയുക, ആ കാഴ്ചയിൽ എൻ്റെ ഉള്ളത്തിൽ രൂപപ്പെട്ട കുഞ്ഞ്, ആ പിള്ള ആനന്ദം കൊണ്ട് തുള്ളി.
ആർക്കും അറിയാത്ത ചില ഉത്തരങ്ങൾ തമ്പുരാൻ കരുതി വെച്ചിട്ടുണ്ട്. ലോകത്തിന് മനസ്സിലാക്കാത്ത ചില ഉത്തരങ്ങൾ, ലോകത്തൊരുത്തനും പിടികിട്ടാത്ത ചില ഉത്തരങ്ങൾ, ലോകത്താർക്കും ഇതുവരെ വെളിപ്പെടുത്തി കൊടുക്കാത്ത ചില ആശയങ്ങൾ, ചിന്തകൾ. അതിൻ്റെ വഴിയിലൂടെ നടന്ന് ഞാനിങ്ങനെ പോകുമ്പോൾ നമുക്ക് തോന്നും എൻ്റെ ജീവിതം ഇത്രയും അത്ഭുതങ്ങളുടെ വഴിയിലൂടെ കൊണ്ടുപോകുന്ന, നിന്നെ തിരസ്കരിക്കാൻ ഇടവരാത്ത വിധത്തിൽ എൻ്റെ ശിഷ്ടമുള്ള ജീവിതം ആനന്ദ നിർഭരമാക്കണമെന്ന് ആർക്കാണ് പ്രാർത്ഥിക്കാൻ സാധിക്കുക? നിരാശപ്പെട്ട് തകർന്ന് പൊടിഞ്ഞു കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മെ കരുത്തരാക്കുന്നൊരു ദൈവം ഉണ്ടെന്ന് ഓർത്തോണം. ഹല്ലേലൂയ. ധൈര്യപ്പെട്ടിരുന്നാട്ടെ ദൈവത്തിൻ്റെ മക്കൾ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ഘട്ടത്തിൽ അടുത്ത പ്രതിസന്ധിയായിരുന്നു. നല്ലൊരു മനുഷ്യനായിരുന്നു വിവാഹം നിശ്ചയിച്ച യോസഫ്. ഇസ്രായേലിലെ രീതി അനുസരിച്ച് വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പെണ്ണും വീടും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. വീട്ടുകാർ ഇവിടെ അങ്ങനെ ശ്രദ്ധിക്കില്ല. എന്താണെന്നറിയണ്ടേ? കാന്തനും കാന്തൻ്റെ പിതാവും കൂടെ ആലോചിച്ച് എത്രയും പെട്ടെന്ന് ഈ കല്യാണം നടത്തണം. ഈ പെൺകുട്ടിക്ക് എന്ത് അപജയം വന്നാലും വീട്ടുകാർക്കല്ല ഉത്തരവാദിത്വം. ഈ നാണക്കിടക്കം ഉണ്ടെങ്കിലും കൂടുതൽ പ്രയാസം കാന്തനാണ്. എന്തെങ്കിലും ചോദിച്ചു വന്നാൽ ഇദ്ദേഹം വീട്ടുകാർ പറയും, നിനക്കേ ഞാൻ ചെറുപ്രായത്തിലെ തന്ന പെണ്ണാ നിശ്ചയിച്ച്, നീ എന്താ കൊണ്ടുവന്നേ? അപ്പം കുറ്റവാറായിട്ട് വരും കാന്തൻ്റെ. എൻ്റെ യോസേഫ് ലോകാപവാദ അവൾക്ക് വരുത്തണ്ട എന്ന് ചിന്തിച്ച് ഗൂഢമായി ഉപേക്ഷിക്കാൻ പദ്ധതിയിട്ടുന്നു. ആരും അറിയാതെ ഒഴിവാക്കണം, അതിന് പദ്ധതിയിട്ടു. പദ്ധതിയൊക്കെ കൊള്ളാം. ദൂതൻ അന്ന് ഇടപെട്ടു. ഇവിടെ വലിയൊരു ദൈവപ്രവൃത്തി ദൈവമക്കൾ കണ്ട് തിരിച്ചറിയണം. ആ വലിയ പ്രവൃത്തി എന്താണെന്നറിയണ്ടേ? ദൂതൻ അവിടെ ചെന്നിട്ട് യോസേഫിനോട് പറയുക, നിന്റെ ഭാര്യയായ മറിയം, നിശ്ചയിച്ച മറിയൊന്നല്ല, നിന്റെ ഭാര്യയായ മറിയത്തെ ചേർത്തുകൊള്ളാൻ ആശങ്ക വേണ്ട, ശങ്കിക്കണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. ഡിവൈൻ അറ്റസ്റ്റേഷൻ. ഈ പുത്രൻ ജനിക്കുന്നത് എങ്ങനെയാന്ന് പറയുക. എങ്കിലും നാണക്കേട് നിമിത്തം യോസേഫിന് പറയാനുള്ള സംഗതിയൊക്കെ ശരിയാ, കൃപയൊക്കെ കൊള്ളാം, എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. നമ്മളൊക്കെ അങ്ങനെ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, റിസ്ക് എടുക്കാൻ കഴിയാത്തവർക്ക് കൃപ ആസ്വദിക്കാൻ പറ്റില്ല. അത് കട്ടിപ്പണിയാണ്. പെട്ടകം ചുമക്കണമെങ്കിൽ നിയമമുണ്ട്, അത് പാലിക്കാത്തവനത് എടുക്കാൻ പറ്റില്ല. അതവന് ശാപമായ അടിയായി കിട്ടും. അതിനൊക്കെ കാരണമുണ്ട്. നമ്മളിന്ന് സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യരെല്ലാം ഇങ്ങനൊരു വെപ്രാളത്തിലാണ്. ഇപ്പോൾ ഇലക്ഷൻ വരിക, എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്. അവരെ അട്ടിമറിക്കാനുള്ള വഴികൾ, കുറുക്കു വഴികൾ, എന്തെല്ലാം പരിപാടി. ഇതെല്ലാം മനുഷ്യനെ തിരിച്ചടിക്കുന്നൊരു ഘട്ടമുണ്ടെന്ന് അറിയുന്നില്ല. ചിലക്കത് അറിയാവുന്ന പ്രയാസമാണ് അല്ലേ? പറയാം, വ്യക്തമാക്കാനുണ്ട്. നിങ്ങൾ വിശ്വസിക്കാത്ത പ്രമുഖനായ ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഗുണ്ടയുടെ ശവടൊക്കെ നടത്തിയിട്ടുണ്ട്. പേഴ്സണലി ചോദിച്ചാൽ പറഞ്ഞുതരാം. അയാൾ ചെറുപ്പക്കാരനാണ്. ലോകത്തിലെ ഗുണ്ടകളുടെ മുഴുവൻ ഒരു ഗുണം പറയാം. ഗുണ്ടയ്ക്കൊരു ഗുണമുണ്ട്, അവൻ ആരോടും വൈരാഗ്യമില്ല. നമ്മളോടൊന്നും വൈരാഗ്യമില്ല. വരുന്നു, അയാളുടെ പണി ചെയ്യുന്നു, തിരിച്ചു പോകുന്നു. അല്ല, അവനെ നമ്മളെന്താണെന്നൊരു പിടിയില്ല. ഇന്നുവരെ ഒരു ഗുണ്ടയ്ക്ക് ഇത് എന്തിനു ചെയ്യുന്നൊരു പിടിയില്ല. അവൻ്റെ ആ ആളിൻ്റെ ഐഡൻറ്റിറ്റി എല്ലാം പറഞ്ഞു. ഇന്നോലിരിക്കും ആൾ, ഇന്നെടുത്ത് കാണും, അവൻ വന്ന് നമ്മളെ തട്ടിയേച്ച് അവനങ്ങ് പോകുന്നു. നാളെ നമ്മൾ പറഞ്ഞാലും അവനിതൊക്കെ തന്നെ ചെയ്യും. പറഞ്ഞൊത്ത പൈസ കൊടുത്താൽ അവൻ്റെ പണിയാണ്. അപ്പോൾ ഈ മനുഷ്യനെ ഞാൻ രോഗക്കിടക്കെ കാണാൻ ചെന്നു. ഗുണ്ടയായതുകൊണ്ട് തിരിച്ചും കിട്ടുമല്ലോ. അടിയെങ്ങാണ്ട് മാറിക്കൊണ്ട് അയാൾ അവശനായി. ശരീരത്തിന് ഭയങ്കര പ്രശ്നം. അവൻ ഒത്തിരി പേരെ ആക്രമിച്ചിട്ടുണ്ട് ക്രൂരമായിട്ട്. കാണാൻ ചെന്നു. അല്പം സുവിശേഷമൊക്കെ പറയാന്നുണ്ടെങ്കിൽ അദ്ദേഹം പൊട്ടിക്കരയാൻ തുടങ്ങി. എന്താ പ്രശ്നം? എന്താ? രോഗമൊക്കെ മാറി, പക്ഷെ പ്രശ്നം എന്താണെന്നറിയണ്ടേ? കണ്ണങ്ങോട്ട് അടയ്ക്കുമ്പോൾ ഒരു കാഴ്ച. അദ്ദേഹം ആരോ വെട്ടാൻ ഒരുമ്പെട്ടി ഇല്ല.
ആ വെട്ടാരമ്പെടുന്ന മനുഷ്യൻ കൈകൂപ്പി പറയാ, കൊല്ലരുതേ. പക്ഷെ വെട്ടി. അന്ന് മരിച്ചില്ല, കുറേ നാൾ കഴിഞ്ഞ് ആൾ മരിച്ചുപോയി. കണ്ണടയ്ക്കുമ്പോഴേക്ക് ഈ മനുഷ്യൻ കൊല്ലരുതേ എന്ന് പറയുന്ന ശബ്ദമല്ല, ഇതെല്ലാം ക്ഷമിച്ചിട്ട് ചിരിച്ചുകൊണ്ട് മുമ്പിൽ നിൽക്കുക. എങ്ങോട്ട് തിരിഞ്ഞാലും ഈ കാഴ്ച. ഉറങ്ങാൻ വയ്യ, സ്വപ്നങ്ങളാൽ അരട്ടുന്നു. അത് ഉപദ്രവിച്ച മനുഷ്യരെല്ലാം വന്നിങ്ങനെ നിൽക്കുന്നു, തൊട്ട് മുമ്പിൽ നിൽക്കുക. പാപത്തിൻ്റെ ശക്തി എത്ര വലുതാന്നോർത്തേ. ഒറ്റപ്പെടുന്ന ജീവിതത്തിൻ്റെ ഏകാന്തതയിൽ നമ്മുടെ തിന്മകൾ ഇങ്ങനെ നിന്ന് വെല്ലുവിളിക്കും. അന്ന് മനസ്സിലാകും ഞാൻ എത്ര ശൂന്യനാ, ഞാൻ എത്ര നിസാരനാ. കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥനും അനീതി കാണിക്കുന്ന രാഷ്ട്രീയക്കാരനും അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നവനും ഒക്കെ ആ അന്ത്യനിമിഷത്തിൽ ഒരാളും ഉണ്ടാവില്ല കൂടെ. നമ്മൾ ചെന്നാൽ നിസ്സഹായരാ. കാരണം ഇവൻ്റെ സ്വപ്നം നമുക്കെങ്ങനെ തടയാൻ പറ്റും? അതിന് മരുന്നൊന്നുമില്ലല്ലോ. സാധാരണഗതിയിൽ അസ്വസ്ഥത ജനിക്കുന്ന ഒരു മനുഷ്യനെ സെഡേഷൻ കൊടുക്കാണ് പതിവെങ്കിൽ ആ അവസ്ഥയിലേക്ക് എത്തിച്ചാലും ഭീകരമാ. പിന്നെ കാണുന്ന സ്വപ്നങ്ങൾ, ദർശനങ്ങൾ അത് ഭീകരമാ. അതിഭീകരമായ ആ കാലാവസ്ഥ മനുഷ്യജീവിതത്തെ ദുരന്തങ്ങളുടെ നടുക്കടലിൽ കൊണ്ടിടുമ്പോൾ ഭക്തൻ പറയാ, ഞാനോ സമാധാനത്തോടെ കുഴന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ആ കണ്ട് പേടിക്കണ്ടെന്നേ. നമുക്കിതിനെല്ലാം ഒന്ന് കുടഞ്ഞു കളഞ്ഞ് ഒന്ന് ശക്തിപ്പെടണം. ഇന്ന് രാത്രി ഒരു ദൈവകൃപ നമ്മളിലൊന്ന് വസിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ എവിടെയോ രൂപപ്പെട്ട് കിടക്കുന്ന ഒറ്റപ്പെട്ട ഇത്തരം പാപത്തിന്റെ കുടിലമായ ഓർമ്മപ്പെടുത്തലുകളെ തട്ടിമാറ്റി സ്വയം ഒന്ന് ശുദ്ധീകരിക്കപ്പെട്ട് നസ്രകനായ യേശുവിൻ പുണ്യാക രക്തത്താൽ ഒരിക്കൽ കൂടി ഒന്ന് ശുദ്ധീകരിക്കപ്പെട്ട് സംശുദ്ധ ഹൃദയത്തിന്റെ ഉടമകളായി മാറിക്കൊണ്ട് ദൈവത്തിന്റെ ആ ഉണർവിനെ ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരവസ്ഥാവിശേഷം സംജാതമാകണം. അല്ലാതെ പാട്ടും കൊട്ടും നൃത്തവും മാത്രം പോരാ, നമുക്കൊരു ശുദ്ധീകരണം. പ്രസംഗിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും സഭയൊന്നടങ്കം ശുദ്ധീകരിക്കപ്പെടാൻ ആരാണ് ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്? അവർക്ക് വേണ്ടി ഇടപെടുന്ന ഒരു മഹാദൈവം നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. ആ ദൈവം വന്ന് യോസേഫിനോട് പറയാ, മുൻവിധികൾ കള, നീ മനസ്സിൽ ചിന്തിച്ചതൊക്കെ കള, അതിനെ മുഴുവൻ മായ്ച്ചു കള. നീയേ നിനക്ക് വേണ്ടിയുള്ളവനല്ല, ദൈവത്തിന് വേണ്ടിയുള്ളവനാ. ഇന്ന് നീ സഹിക്കുന്ന അപമാനത്തിന് ഒരർത്ഥമുള്ള കാലം വരുന്നുണ്ട്. ഇന്ന് നീ അനുഭവിക്കുന്ന വ്യഥകൾക്കും ഒറ്റപ്പെടലുകൾക്കുമൊക്കെ സമൂഹം നിന്നെ അംഗീകരിക്കുന്ന ഒരു കാലം വരുന്നുണ്ട്. മറിയ പറഞ്ഞില്ലേ, ഇന്നു മുതൽ തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ഭാഗ്യവതി എന്ന് വാഴ്ത്താൻ സമർപ്പണം ചെയ്തവൾക്ക് പിറ്റേന്ന് മുതൽ കാത്തിരുന്നത് പ്രതിസന്ധിയുടെ ആഴങ്ങളാണെങ്കിൽ ആ പ്രതിസന്ധികൾ കണ്ടിട്ടൊക്കെ ഭക്തൻ തിരിച്ചറിയണം, ഇവയൊന്നിനാലും ഞാൻ പരാജയപ്പെടുകയില്ല. ജയം എന്നെ കാത്തു വന്നിരിക്കുക, വിജയം എൻ്റെ തൊട്ട് മുമ്പിൽ വന്നിരിക്കുക. ഞാൻ തോൽവി അടയുന്നവനല്ല, ജയിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവനാ. വിശ്വസിക്കണം ദൈവമക്കൾ. യോസേഫ് പരിസ്ഥിതിയോട് പൊരുത്തപ്പെടുകയാണ്. നല്ല മനുഷ്യൻ. കണ്ട, അവർക്ക് എന്തെങ്കിലും പ്രയാസം വരണ്ട, അവരവരുടെ വഴിക്ക് പോട്ടെ, ദോഷമൊന്നും അതിന് വരുത്തണ്ട, എനിക്കൊന്ന് മാറണം. ഇതൊരു നല്ല മനുഷ്യൻ്റെ ലക്ഷണം, ഒരു മാന്യൻ്റെ ലക്ഷണമാണ്. അത് പോട്ടെ, മാറി. ഞാനൊരു കാര്യം പറയാം. നാളുകൾക്കപ്പുറത്ത് മറിയം പറയാണ്, ദൂതനോട് പറയുക, ദൈവദൂത സംഗതിയൊക്കെ ശരിയാ, എനിക്കിതിൽ താല്പര്യമില്ല. ദൂതൻ കാല് പിടിക്കാനോടെ നിൽക്കുമോ? ഇല്ല. നിനക്ക് വേണ്ട. ദൈവം നിർബന്ധിച്ച് നമുക്ക് വേണ്ട തരുമോ? ഇല്ല. ചിലർക്ക് തരും. എന്താ ചിലർക്ക് തരാൻ കാരണം എന്നറിയാം, അത് ഈ കാര്യത്തിലുണ്ട്. യോസേഫ് പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ ദൂതൻ, എന്നാ നീ നിന്റെ ഇഷ്ടം പോലെ പൊക്കോളാൻ പറഞ്ഞോ? ഇല്ല, നീ തന്നെ അവളെ കൈക്കൊള്ളണമെന്ന്, നീ തന്നെ സ്വീകരിക്കണമെന്ന്. അതും ഒരു പ്രവചനമാണ്. യോസേഫ് മറിയത്തെ ചേർത്ത് നിർത്തുന്നില്ലെങ്കിൽ ക്രിസ്തു ദാവീദ് പുത്രനാവില്ല. അതാ കാര്യം. കേട്ടോ? മനസ്സിലായോ? ചാല് രണ്ടും കറക്റ്റാണ്. ഇതിന് ചർച്ച ചെയ്യപ്പെട്ടതാ. ഗോത്രമൊക്കെ അങ്ങനെ വരാം, പക്ഷെങ്കിൽ കറക്റ്റായിട്ട് യോസേഫിൻ പുത്രനായെങ്കിലേ ക്രിസ്തു ദാവീദ് പുത്രനാവൂ. മനസ്സിലായോ? അതാ കൃപയുടെ ശക്തി. യോസേഫ് സന്നദ്ധത അറിയിക്കാന്ന് വിചാരിക്കുക. അന്ന് രാത്രി മറിയത്തിൻ്റെ ഹൃദയത്തിലുണ്ടായ ആനന്ദം അത്ര വലുതാ. അവളുടെ പ്രതീക്ഷ എന്താണെന്നറിയണ്ടേ? അവളുടെ സന്നദ്ധത എന്താണെന്നറിയണ്ടേ? എല്ലാവരും കൈവിടട്ടെ, നിശ്ചയിച്ചുറപ്പിച്ചവൻ എന്നെ കൈവിടാതെ എൻ്റെ അരികിൽ കൊണ്ടുവന്ന് നിന്ന മാറ്റാൻ ഒപ്പം നിൽക്കുമെങ്കിൽ അത് വലിയൊരു ഉറപ്പാ.
ഹല്ലേലൂയ. ദൂതനാ പറഞ്ഞ ശങ്കിക്കണ്ട, വാഗ്ദത്തമുള്ള ഹൃദയത്തിൽ ഏറ്റെടുത്തട്ടെ. ആശങ്ക വേണ്ട, ഭാരം വേണ്ട. നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഉറപ്പോടെ ധൈര്യത്തോടെ യേശുവിനെ പ്രസംഗിക്കാൻ ആരാണ് ഇന്ന് സന്നദ്ധരാകുന്നത്? അവരെ ഉപയോഗിക്കുന്ന ഒരു ദൈവം എല്ലാ തടസ്സങ്ങളും വെട്ടിമാറ്റി ഉപയോഗിക്കുന്ന, പ്രയോജനപ്പെടുത്തുന്ന ഒരു മഹാദൈവത്തിന്റെ ശബ്ദം അത് ഏറ്റെടുത്തട്ടെ. ആമേൻ. സ്തോത്രം. പ്രിയമുള്ളവരെ, ആശങ്ക വേണ്ട, അധൈര്യം വേണ്ട. അങ്ങനെ യോസേഫ് സന്നദ്ധനായി. ഇവരുടെ സമാഗമം കഴിഞ്ഞൊരു പോവാ. അങ്ങനെയൊക്കെ രാജ്യത്തൊരു നിയമം വന്നുണ്ടോ? ലോകമൊക്കെ പേർവഴി ചാർത്തണം, നമ്മുടെ പേര് കൊണ്ട് രജിസ്റ്റർ ചെയ്യണം. ഇപ്പം നമ്മുടെ തന്നെ SIT SIR കുറേ പരിപാടി ഉണ്ടല്ലോ അല്ലേ? SIT നമുക്കെതിരെ അല്ല, അത് സ്വർണം കട്ടവനെതിരെയാണ്. പോട്ടെ, നമുക്കെതിരെ സകല ആൾക്കാരും പൗരന്മാരാണോ എന്നറിയാൻ വേണ്ടി അല്ലേ? നിങ്ങളുടെ ഒരാൾ പറയും, ഇപ്പം എനിക്ക് അതിനകത്ത് താല്പര്യമൊന്നുമില്ല. താല്പര്യമില്ലേ, ഒറ്റ കുഴപ്പമുള്ളൂ, ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധം സുഗമമാവില്ലെന്നുള്ളത്. കൊല്ലാനൊന്നും പോകുന്നില്ല. കൊല്ലുമോ? കൊല്ലില്ല. ഞാൻ പുതിയൊരു പഞ്ചായത്തിലേക്ക് മാറി. അപ്പോൾ ഈ പേരൊക്കെ കൊടുത്തു. പേര് കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ട് വരണം, അങ്ങനെ വരണം. എനിക്ക് വലിയ നിർബന്ധമില്ല. വോട്ട് ചെയ്തില്ലെന്നോർത്ത് ഞാനൊരാൾ വോട്ട് ചെയ്തെന്നോർത്ത് ഇന്ത്യൻ ജനാധിപത്യത്തിന് ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല. അത് കുഴപ്പമില്ലാതെ അങ്ങ് പോകും. കുറേ കൂടെ അത് നന്നാവും. അതതിൻ്റെ ഗുണം. കിട്ടിയോ? ഞാനൊരാൾ വോട്ട് ചെയ്തില്ലെന്നോർത്ത് ഇന്ത്യൻ ജനാധിപത്യത്തിന് വല്ലതും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കില്ല. ഞാൻ വരുന്നില്ല. പിന്നെ അവർ വീട്ടിൽ വന്നു. ഇതുപോലെ ഒരു കേസ് വന്നായിരുന്നു എനിക്ക്. ഇന്നലെ ഒരു കേസ് തള്ളിക്കളഞ്ഞു. അത് തള്ളിക്കളഞ്ഞ് ഞാൻ പോകാതെ വന്നപ്പോൾ തള്ളുകയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ, ഞാൻ വിദ്വേഷ പ്രസംഗം നടത്തിയെന്നും പറഞ്ഞ് വണ്ടമ്മേട് പോലീസ് ഒരു കേസ്. എന്നിട്ട് അവിടെ ചെന്ന പാസുമാരോട് പറയുക എന്നെ കൂട്ടിക്കൊണ്ട് വരാൻ. അപ്പോൾ ആ പാസുമാരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് യൂണിഫോം ഒന്നും ഇല്ലല്ലോ, ഞാൻ നിങ്ങളുടെ കൂടെ എങ്ങനെയാണ് വരുന്നത്? നിങ്ങളാരാ? നിങ്ങൾക്കുള്ള IPCയുടെ കാർഡല്ലേ? അതുകൊണ്ട് ഞാൻ കുമ്പനാട് വന്നാൽ പോലെ. അങ്ങോട്ട് വിളിച്ചാൽ വരണം. പോലീസ് സ്റ്റേഷനിൽ എന്തിനാണ് വരുന്നത്? പോലീസ് സ്റ്റേഷനിൽ ചെല്ലാൻ ആര് വിളിക്കണം? പോലീസ് വിളിക്കണം. അതിനാ പോലീസിന് ഫോണുള്ളത് അല്ലേ? പോലീസിൻ്റെ ഇരിക്കുന്ന ഫോൺ ആര് കാശ് കൊടുത്ത് മേടിക്കാന്നറിയോ? നമ്മൾ കാശ് കൊടുത്തിട്ട് നികുതി വിളിക്കാനുള്ള അങ്ങനല്ലേ? അങ്ങനെ വിളിച്ചാൽ ഉടനെ നമ്മൾ റെക്കോർഡ് ചെയ്യണം. എന്ന് പറഞ്ഞേക്കണം, സാറേ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വിഷയമൊന്നുമില്ല, പിന്നെ ചീത്തയൊന്നും വരികയില്ല. ഇന്നൊരു വിഷയമുണ്ടെന്ന് അവർ പറയട്ടെ. അവരോട്ട് വിളിക്കുകയില്ല. പറഞ്ഞ് ലാസ്റ്റ് വിളി വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എങ്ങും പോകാൻ തീരുമാനിച്ചിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ വരണം, അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. ഈ ലൊക്കേഷൻ മാപ്പോട്ട് ഇട്ട് തരാം. ഞാനിവിടുന്ന് പോകില്ല. കാരണം സാറിന് ഈ കോടതിയിലൊക്കെ കേസ് വന്നാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഈ നേതാക്കന്മാർക്കൊരു പണിയുണ്ട്. ആ കോടതിക്കകത്ത് ഇങ്ങനെ നിന്ന് വെച്ച് തല കറങ്ങിയൊരു വീഴ്ച. ഒന്നുമില്ല, കോടതിക്കും അറിയാം, പോലീസിനും അറിയാം, ഡോക്ടർക്കും അറിയാം, ഇയാൾക്കും അറിയാം, ദൈവത്തിനും അറിയാം, പിശാചിനും അറിയാം. ഒരു കുഴപ്പമില്ല. പിന്നെ ഏതാണ്ട് ഇച്ചിരി വെള്ളമെല്ലാം കുത്തി കുറച്ചേരം ഇട്ടേ ചെയ്യാം. ഞാൻ പറയാം അങ്ങനെ ഞാൻ വീഴാനും ഉദ്ദേശിച്ചിട്ടില്ല, കൊണ്ടുപോകും. ജയിലിൽ കിടക്കാനും മനസ്സാ. അതിൻ്റെ കാരണം, ജയിലിൽ കിടക്കാൻ മനസ്സാന്ന് പറയാൻ കാരണം എൻ്റെ ആത്മാർത്ഥം കൊണ്ടല്ല, എൻ്റെ ധീരതയല്ല. ഞാൻ കഴിഞ്ഞിടയ്ക്ക് ജയിലിലെ ഈ ഭക്ഷണത്തിൻ്റെ മെനു വായിച്ചത് സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ അന്നേരെ പോയാൽ കൊള്ളാൻ തോന്നും. നമ്മുടെ ഈ ശരീരമൊക്കെ ഒന്ന് മെച്ചപ്പെടട്ടെ, അതിനുവേണ്ടി. മനസ്സിലായില്ല? നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത തരത്തിലെ മെനു. നമ്മളെല്ലാം നല്ലൊരു സമയം സെമിനാരിൽ പഠിച്ച് നമ്മൾ ജീവിതം കളഞ്ഞ ആളുകളാണ്. ഉപ്പുമാവ് കഴിച്ചും കടലക്കറി, ഉപ്പുമാവ്, അതൊക്കെയാണ് സെമിനാരികളുടെ സ്പെഷ്യൽ ഫുഡാണ്. ഇത് കഴിച്ച് നമുക്ക് ഇത് സൂപ്പർ ഫുഡ്. പോകുന്നില്ല എന്ന് വെച്ചപ്പോൾ ഇന്നലെ വിളിച്ചിട്ട് പറയാ അതെല്ലാം സെറ്റിലായെന്ന്. ഞാൻ അന്നേരവും പറഞ്ഞു നല്ലത്. പോകാതെന്നറിയണ്ടേ, അങ്ങനെ വിരട്ടിയാലൊന്നും പോകാൻ ഒക്കത്തില്ലെന്നേ. അത് നിയമം അറിയാമെങ്കിൽ അങ്ങനെ വിരട്ടിയാലൊന്നും നമ്മൾ പെട്ടെന്ന് കീഴടങ്ങരുത്. അതിൻ്റെ പരിപാടി. നമ്മളെല്ലാം കൊന്നിച്ച് നീക്കല്ലോ ഒരു പ്രസംഗത്തിൻ്റെ പേര്. ഇവിടെ എത്രയോ പേര് പറയുന്നു. ഞാൻ തെളിയിക്കാൻ പറ്റാത്തൊരു കാര്യവും പറഞ്ഞിട്ടില്ല, ചരിത്രത്തിലുള്ളതൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാ. എന്തിനാ പറഞ്ഞതെന്ന് അറിയണ്ടേ?
ഒരു നിയമം അനുസരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യാം. നിരാകരിച്ച അതിൻ്റെ ഗൗരവം വരെയുണ്ട്. പക്ഷെ ഇങ്ങനൊരു നിയമമുണ്ട്. നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ നാട്ടിൽ പോയി നിങ്ങളുടെ സെൻസസിൽ രജിസ്ട്രി പേര് കൊടുക്കണമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ജനിച്ചു വളർന്നതുമാണ് അങ്ങ് കണ്ണൂരാന്ന് വിചാരിക്കുക, ഈ മാസം തന്നെ പോകണം. നിങ്ങളുടെ ഭാര്യ പ്രഗ്നൻ്റാ, അല്ലെ സഹോദരി, അല്ലെ നിങ്ങൾ സഹോദരിമാർ ഏതാണ്ട് 8-9 മാസം ഒരു ഗർഭസ്ഥ ശിശുവിനെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീയോട് പറയുക, നിങ്ങൾ ജനിച്ച സ്ഥലത്തേക്ക് അവിടെ പോയി രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇന്നാലും പോവോ? നമ്മളെന്താ പറയുക, സാറേ അത് പറ്റില്ല, ഈ അവസ്ഥ കൊണ്ടുപോകാനൊക്കത്തില്ല. അതുകൊണ്ട് ഉദ്യോഗസ്ഥരെ ഇങ്ങോട്ട് വിടുവോ, അല്ലെങ്കിൽ അവർക്ക് സമയം കൊടുക്കുവോ? അതൊക്കെ ഈ രാജ്യത്ത് കിട്ടും. കാരണം അറിയോ, ഇത് ജനാധിപത്യ രാജ്യം. അതാ കാര്യം. അബ്സല്യൂട്ട് പവർ മന്ത്രിക്കല്ല, ജനത്തിനാണ്. പിടിയോ? നമുക്കാണ് അധികാരം, അതിനാ വോട്ട്. പക്ഷെ അന്നത്തെ ഈ റോമിൽ ജനങ്ങൾക്കല്ല അധികാരം, ചക്രവർത്തിക്കാ. ഇപ്പം മനസ്സിലായോ? ചക്രവർത്തി ഉത്തരവിട്ട പോയേ പറ്റൂ, അല്ലെ തലയങ്ങ് പോകും, അല്ലെ നേരെ തടവറയിൽ പോകും. മനസ്സിലായല്ലോ? അപ്പം പൂർണ്ണഗർഭിണിയായ മറിയത്തെയും കൊണ്ട് പോകുന്ന യോസേഫ് നിയമത്തിൻ്റെ ഗൗരവമോർത്ത് പോകുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, കൃപയാ ലഭിച്ചതെന്നാ പറഞ്ഞ. പക്ഷേ നാടെതിരെ, സമൂഹമെതിരെ, വീടെതിരെ, രാജ്യമെതിരെ, നിയമവും എതിരെ. ആ സമയം നോക്കി. ഇതാണ് കൃപയുടെ വില എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അത് കൃപയുടെ പരാജയമല്ല, അതിൻ്റെ വിലയാണ്. ഒരുവനെയും ഉള്ളിലെത്തിക്കൊണ്ട് ഈ പോകുന്ന വഴിക്ക് ഈ കുട്ടിക്ക് ജന്മം കൊടുക്കാൻ ഒരു സ്ത്രീ കാട്ടുന്ന ആ മരണവെപ്രാളല്ലേ, ഭീകരമല്ലേ ആ നിമിഷങ്ങൾ, വിവരണാതീതമല്ലേ ആ നിമിഷങ്ങൾ. ആ വേദനയുടെ ആധിക്യം, അസ്വസ്ഥത, അത് നിമിത്തം യോസേഫിനാകട്ടെ ഇങ്ങനെ ഒരു പ്രസവാനന്തര ശുശ്രൂഷ ചെയ്തൊന്നും പരിചയമില്ല. അയാളെ ആശങ്ക വേട്ടയാടുന്നുണ്ട്, വേദന വേട്ടയാടുന്നുണ്ട്, ഭയം വേട്ടയാടുന്നുണ്ട്. ചെല്ലുന്ന വീടുകളൊന്നും അവർക്ക് മുമ്പിൽ തുറക്കുന്നില്ല. സഹായം അഭ്യർത്ഥിക്കുന്നവരൊക്കെ ഈ രൂപം കണ്ടിട്ടേ, ഇവരെ കണ്ടിട്ടേ എല്ലാ കവാടങ്ങളും അടച്ചു, വഴിയമ്പലങ്ങൾ അടച്ചു, കടകമ്പോളങ്ങൾ അടച്ചു. കോച്ചി കൊളുത്തുന്ന തണുപ്പാ. ഇസ്രയേലൊക്കെ യാത്ര ചെയ്തവർക്കറിയാം. മാംസം കിടക്കുന്ന ആ തണുപ്പിലൂടെ ഈ സ്ത്രീയെയും കൊണ്ട് ഇങ്ങനെ പോവാ. നടന്ന് വിഷമിച്ച് ഈ യാത്ര ഇങ്ങനെ പോകുമ്പോഴൊക്കെ 1000 ചോദ്യങ്ങൾ ഉള്ളിലുണ്ട്. നീ പറഞ്ഞതെല്ലാം അനുഗ്രഹം, നീ പറഞ്ഞതെല്ലാം വാഗ്ദത്തം, നീ പറഞ്ഞതെല്ലാം നന്മ, നീ പറഞ്ഞത് കൃപ. പക്ഷെ അനുദിന ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നത് തീഷ്ണമായ ഒറ്റപ്പെടൽ, ആരോടും വിവരിക്കാനാവാത്ത വേദന. വാഗ്ദത്തവും എൻ്റെ അനുഭവവും 2 വഴിക്ക് പോകുമ്പോൾ സംശയമൊന്നും വേണ്ട, ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് വരുവാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. അത് വരും നിശ്ചയം. അവധി അങ്ങോട്ട് കഴിഞ്ഞുകൊള്ളട്ടെ. എനിക്കും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആ ദൈവത്തിൻ്റെ പ്രവൃത്തി കൺമുമ്പിൽ കണ്ട് ആസ്വദിക്കുന്ന ഒരു കാലം വരുന്നുണ്ട്. കാത്തിരിക്കണം. സ്തോത്രം. ഈ യാത്രയിൽ മറിയം യേശുവിന് ജന്മം കൊടുത്തു. ആ സ്ഥലം എവിടെയെന്ന് ആർക്കും അറിയില്ല. ഇത് ബൈബിളും വായിക്കാല, കാര്യവും പഠിക്കാതെ പുൽക്കൂട്ടിൽ ഉണ്ണി യേശു ജാതനായി എന്ന് പറഞ്ഞ് ചാടുന്നതല്ല. 2 പുല്ലും ഒരു പശു ഉണ്ടെങ്കിൽ ഒരു ക്രിസ്മസിന് പാട്ടെഴുതാം. ശരിയല്ലേ? കാലിത്തൊഴുത്തിൽ പിറന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാടാറുണ്ട്. ഈ ക്രിസ്മസുകാരും മാത്രമല്ല, നമ്മളും പാടാറില്ലേ? ദേവസൂതൻ പശുശാലയിൽ നരനായി. 2 കാര്യവും തെറ്റാ. അവതരിച്ചതല്ല കർത്താവ്, ഇൻകാർണേറ്റ് ചെയ്ത, അതായത് ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. പശുത്തൊഴുത്തിലുമല്ല. എന്താ പറയാൻ കാരണം? വഴിയമ്പലത്തിൽ ഇടമില്ലായകയാൽ പശുത്തൊഴുത്തിൽ. അപ്പോൾ ഡെലിവറി അതിന് മുമ്പേ കഴിഞ്ഞ് ഇവിടെ വെച്ച് ഇസ്രയേൽ ചെന്ന ഒരു സ്റ്റാർ ഇങ്ങനെ നിലത്ത് പതിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഒരു ദേവാലയത്തിൻ്റെ. അവിടെ ജനിച്ചു വീണു നോക്കിയ കഥ, ചുമ്മാ പറയുന്ന കഥയാണ്. അതിൻ്റെ തൊട്ടടുത്ത് വേറൊരു കാഴ്ചയുണ്ട്. ഈ മൈദാമാവ് പോലൊരു സാധനം ഒരു പാറപ്പുറത്ത് ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട്. അതൊരു ഗുഹ പോലെ സംവിധാനമാണ്. അതിങ്ങനെ കെട്ടിയടച്ച് ഗ്ലാസ് ഇട്ട് വെച്ചിരിക്കുകയാണ്. എന്താ സാധനം എന്നറിയണ്ടേ? കർത്താവിനിങ്ങനെ മറിയം മുലയൂട്ടിയ സമയത്ത് കൊച്ചുകുട്ടികൾ ഇങ്ങനെ കക്കുമല്ലോ. അങ്ങനെ കർത്താവ് വൊമിറ്റ് ചെയ്ത ആ വേസ്റ്റെല്ലാം കൂടെ ഇവിടെ കിടപ്പുണ്ട്. അവിടെ
ഒരു ലോഡുണ്ട് സാധനം. വെറുതെ വെച്ചേക്കല്ല, ഒരു കുപ്പിയുണ്ട് അവിടെ. ആ കുപ്പിക്കകത്ത് നമുക്ക് അതല്പം കോരിത്തരും. ഇങ്ങനെ ഇതുകൊണ്ട് കഴിച്ചാൽ ആളുകൾക്ക്, കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് കുട്ടികളുണ്ടാകും. അതിനെങ്ങാണ്ട് $10 കൊടുക്കണം. ഉണ്ടോ? 2000 ആണ്ടായിട്ടും ഈ ഛർദിൽ തീർന്നിട്ടില്ല. അതാ വേറൊരു വിഷയം. യേശുവിനെ ക്രൂശിച്ച ക്രൂശിൻ്റെ ഒരു ഭാഗം ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. തടി ഇതുവരെയും തീർന്നിട്ടില്ല. എന്തൊരു പരിപാടിയാണ് നിങ്ങളൊന്ന് ആലോചിക്കുക. ഇതെല്ലാം ഇച്ചിരിച്ച് ഇപ്പോഴും കിട്ടും. കൊടുക്കുന്ന സാധനങ്ങളാണ്. ഇതിൻ്റെ പേരിൽ നടമാടുന്ന അന്ധവിശ്വാസങ്ങൾ അനവധിയാണ്. സ്തോത്രം. അപ്പം ഞാൻ പറഞ്ഞത്, ഈ സ്ഥലത്ത് നമ്മുടെ കർത്താവ് ജനിച്ച സ്ഥലമൊന്നും നമുക്കറിയില്ല. എവിടെ കർത്താവിനെ കൊണ്ട് പശുത്തൊഴുത്തി കിടത്തി പറഞ്ഞാൽ ഏതെങ്കിലും ആളുകളുടെ പശുത്തൊഴുത്തി കിടത്തിയെന്നല്ല, ഈ പശുക്കളെ മാത്രം വളർത്തുന്ന ലായമുണ്ട്, ആടിനെ വളർത്തുന്നവരുണ്ട്. ഇതിങ്ങനെ വെളിമ്പ്രദേശത്ത് ധാരാളമായി പണിതിട്ടിരിക്കുക. അവിടെ ഒഴിവുള്ളൊരു സ്ഥലത്ത് ഇതിന് പുല്ല് കൊടുക്കാനൊക്കെ വെക്കുന്ന പെട്ടിയൊക്കെ ഉണ്ട്. അതിലൊരെണ്ണം എടുത്തോ, അതിനകത്ത് എവിടെയെങ്കിലും കിടത്തിയോ, അതിനെ ഇങ്ങനെ പരിപാലിക്കുക ഒരു കുഞ്ഞിനെ. പക്ഷെ കൃപയുടെ ശക്തി എപ്പോഴാണ് മനസ്സിലായെന്നറിയണ്ടേ? ആട്ടിടയന്മാർ വരിക, അവർ വന്ന് പാട്ട് പാടുക, അവർക്ക് തിരിച്ചറിവുണ്ടാകുക. ആട്ടിടയന്മാരോട് പറയുക, സർവജനത്തിന് ഉണ്ടാകാനുള്ള മഹാസന്തോഷം. പിന്നെ കാണുന്ന ആരെയാ? അത് കഴിഞ്ഞ് പിന്നെ വന്നാരാ? വിദ്വാന്മാർ. എത്ര പേരുണ്ട്? 3 പേരെന്ന് അവരുടെ പേരും ഒക്കെ പാടാറുണ്ട്. ബൽശാസർ എന്നൊക്കെ. ഇതും ചുമ്മാതാ. 3 പേരാണോ 30 പേരാണോ എന്നൊന്നും ഇവിടെ എഴുതിയിട്ടില്ല. അന്ന് രാത്രി തന്നെ പോയവർ കണ്ടിട്ടുമില്ല. തെളിവ് വേണോ? ശിശു ഇരിക്കുന്ന ഇടത്ത് എന്ന് അവനെ കണ്ടെന്ന്. കുഞ്ഞ് ഇരിക്കാൻ പ്രായമായെന്ന് മനസ്സിലായില്ലേ? പിറ്റേന്ന് അന്ന് രാത്രി തന്നെ പോയെന്നല്ല, നക്ഷത്രം നോക്കി നോക്കി നോക്കി. ഇവർ ഇറാനിൽ നിന്നാണ് പോന്നേ. പിറവത്തുനിന്ന് പോയി എന്നൊക്കെ പറയുന്നവരുണ്ട്. പോട്ടെ, അവരുടെ അത് അവിടെ ഒരു പള്ളിയുണ്ടല്ലോ. ഞാൻ അവരുടെ പ്രസംഗിച്ചപ്പോഴും ഇത് പറഞ്ഞു. എങ്ങനെയാണ് പോകുന്നത് അവിടേക്ക്? ഇനി രാത്രി കാണുന്ന പറയുന്നൊരു പിറവത്തുനിന്ന് എങ്ങനെ പോയി എന്ന് പറയണു അല്ലേ? പറന്നുപോയോ? പോട്ടെ, എത്ര പേരുണ്ടെന്നില്ല. ഈ വിദ്വാൻമാർ വരുന്ന എവിടുന്ന? ഇറാനിയനാണ്. അന്ന് ഇവിടെ പ്രസക്തമല്ലാത്തതുകൊണ്ട് ഞാൻ അത്തരം വിശേഷങ്ങളിലേക്ക് പോകുന്നില്ല. ഏതായാലും പൊന്നും മൂരും കുന്തിരിക്കൊക്കെ ഒരു കാഴ്ച വെച്ചു. പക്ഷെ അവർക്കൊരു വിഷയം ഉണ്ടായിരുന്നു. ഒരു നക്ഷത്രം അവരുടെ വഴികാട്ടിയായി നിന്നു എന്നാണ്. നക്ഷത്രം അവരെ ഇങ്ങനെ നയിച്ചു പോവുക. നടന്ന് മാസങ്ങൾ നടന്ന് പലയിടത്ത് തമ്പടിച്ച് നിരീക്ഷണം നടത്തി വരും വഴിക്ക് അതിലൊരു വിദ്വാൻ ഒരു ബോർഡ് കണ്ടു. എന്താ ബോർഡെന്ന് പറയണ്ടേ? കിങ്സ് പാലസ്, രാജാവിൻ്റെ കൊട്ടാരം, ഹെരോദാടെ. അപ്പോൾ അതിൽ ബുദ്ധിമാനായൊരു ചേട്ടൻ പറഞ്ഞു, ആളിവിടെ തന്നെ കാണും, നീ നക്ഷത്രത്തെ വഴിക്ക് പോട്ടെ. നമ്മൾ കണ്ടല്ലോ, ഗൂഗിൾ മാപ്പ് വെച്ച് പോന്നല്ലേ. നേരെ കൊട്ടാരത്തിലേക്ക് കയറി. അപ്പം നക്ഷത്രം കണ്ടവൻ നേരെ കൊട്ടാരത്തിൻ്റെ ബോർഡ് നോക്കി അകത്തോട്ട് കയറിയപ്പോൾ പറ്റിയെന്താണെന്നറിയണ്ടേ? നിരവധി പിഞ്ചോമനകളുടെ തല പോയി. ശരിയല്ലേ? അങ്ങനല്ലേ തീരുന്നേ? അല്ല, നമ്മുടെ ശ്രദ്ധ തെറ്റിയാൽ സംഭവിക്കാവുന്ന ദുരിതവും ദുരന്തവുമാണ് ഈ പറഞ്ഞത്. ദർശനം കണ്ടു പോക്കോണം. ഈ വഴി വിട്ട് എങ്ങോട്ടും പോകരുത്. ഇന്നത് ഉറപ്പിച്ചു കൊള്ളണം. വലിയ ജോലികൾ ചെയ്തെടുക്കാൻ. ഹല്ലേലൂയ. അപ്പോൾ അവിടെ നമുക്ക് ഒത്തിരി നേരം നിൽക്കാൻ നേരമില്ല. പ്രായമായ യേശുവിലേക്ക് വരാം. നമ്മുടെ കർത്താവിൻ്റെ പ്രസംഗങ്ങളെല്ലാം തന്നെ എന്തൊരാധികാരിയായിരുന്നു. അതിൽ യേശു പ്രസംഗിച്ച ഒരു പ്രസംഗമുണ്ടാകും. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ വാതിലാകുന്നു. വായിച്ചിട്ടില്ലേ? ഞാൻ വാതിലാകുന്നു എന്നൊരു പ്രസംഗം കേട്ടപ്പോൾ കേട്ട ആർക്കും അത്ര വലിയ ആവേശമൊന്നും തോന്നിയില്ല. വാതിൽ പ്രവേശനത്തിനുള്ളത്, ദൈവത്തിങ്കിലേക്ക് എടുക്കാൻ ഈസിയായിട്ട് വ്യാഖ്യാനിക്കാം. ഞാൻ വാതിലാകുന്നു എന്ന കേട്ട മാത്രയിൽ ആ പ്രസംഗം ത്രസിപ്പിച്ച, അത് ആവേശഭരിതമാക്കിയ, അത് ശക്തിപ്പെടുത്തിയ ഒരു കേൾവിക്കാരി അവിടെയുണ്ട്. അത് മറിയമാണ്. എന്താ കാര്യം? വാതിലിൻ്റെ വില മറ്റാരെക്കാളും അവൾക്കറിയാം.
അവൾ ചെന്ന് യോസേഫ് ഓരോ വാതിലിൽ മുട്ടുമ്പോൾ ആ വാതിലെല്ലാം അടഞ്ഞു. വഴിയമ്പലത്തിൻ്റെ വാതിൽ, കടകമ്പോളങ്ങളുടെ വാതിൽ, സഹായം ചോദിച്ചെത്തിയ വീടുകളുടെ വാതിൽ, ഇതെല്ലാം അടഞ്ഞടഞ്ഞടഞ്ഞ് അവർക്ക് ചുറ്റും തടസ്സങ്ങളുടെ തുറക്കാത്ത വാതിലുകളായി മാറിയപ്പോൾ ഈ പുത്രൻ കാലങ്ങൾക്ക് ശേഷം വിളിച്ചു പറയുക, ഞാനാ യഥാർത്ഥ വാതിൽ. ശരിയായ വാതിലിൻ്റെ മുമ്പിൽ, യാഥാർത്ഥ്യമായ വാതിലിന്റെ മുമ്പിൽ ഈ ലോകത്തിന്റെ വാതിൽ അടയുന്നത് ഗൗരവത്തിൽ എടുക്കരുത്. ചോദിക്കുന്ന ഇടങ്ങൾ, മുട്ടുന്ന ഇടങ്ങൾ, പ്രതികൂല കാലാവസ്ഥയിൽ ഒറ്റപ്പെടുത്തുന്നത് ഗൗരവത്തിൽ എടുക്കരുത്. ഗൗരവത്തിൽ എടുക്കേണ്ടത് സാക്ഷാൽ വാതിലായവനെയാ ഞാൻ ഗർഭം ധരിച്ചത്. മാത്രമല്ല, ലോകം മുഴുവൻ അപഹസിച്ചപ്പോൾ, തെറ്റുകാരി എന്ന് വിളിച്ചപ്പോൾ, തെറ്റുകാരി അല്ലെന്ന് മാത്രമല്ല, ഞാൻ ഗർഭം ധരിച്ച് പ്രസവിച്ചതേ ഏറ്റവും വലിയ ശരിയാ. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴി, സത്യം, ജീവൻ, ഞാനാ. ആ പ്രസംഗവും മറിയത്തെ ആവേശഭരിതയാക്കി. ഒടുക്കം മറിയത്ത് നമ്മൾ കാണുന്ന ഒരു സവിശേഷ ഇടമുണ്ട്. അത് ക്രൂശിൻ്റെ ചുവടാ. കേട്ടെ, നമ്മളിവിടെ വന്നതൊക്കെ വലിയ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സാധിക്കാനാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും ചില വലിയ കാര്യങ്ങൾ സാധിക്കണമെന്നുണ്ട്. മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, അങ്ങനെയാ പ്രാർത്ഥിച്ചാൽ സാധിക്കണ്ടല്ലേ? ഇറ്റ്സ് ട്രൂ. പക്ഷെ ഒരു കാര്യം, എന്താ നമ്മുടെ ആവശ്യം? അപ്പോസ്തലന്മാർ വിശന്നിരുന്നൊരു ദിവസമുണ്ട്, പ്രസംഗം കേട്ടവരെ. അന്ന് 5000 അപ്പം പുരുഷന്മാർക്ക്, സ്ത്രീകൾക്കുമുണ്ട്. അപ്പോസ്തലന്മാർ കാത്തിരുന്നൊരു ദിവസമുണ്ട്, അന്നിതാ ലാസർ ഉയർപ്പിക്കപ്പെടുന്നു. വീണ്ടും ചില കാഴ്ചകൾ കാണാം. 10 കുഷ്ഠരോഗികൾ ഒരുമിച്ച് സുഖപ്പെടുന്നു, ഒരാൾ തിരികെ നിൽക്കുന്നു. കാട്ടത്തി മരത്തിന്റെ മീതെ കയറിയ സക്കായി ഇതാ രക്ഷാനിർണയം പ്രാപിച്ചവനായി പുറത്തേക്ക് വരുന്നു. പാപക്ഷമ കിട്ടിയവൻ, രോഗം സൗഖ്യമായവൻ, ആശ്വാസം കിട്ടിയവൻ, ഉയർത്തെഴുന്നേറ്റവൻ, മരണം മാടി വിളിച്ചിട്ട് അവിടുന്ന് തിരികെ പിടിച്ച് കർത്താവ് കൊണ്ടുവന്നവൻ, അങ്ങനെ ആയിരക്കണക്കിന് മനുഷ്യരെ ഏറ്റുവാങ്ങിയ അനുഗ്രഹങ്ങളുടെ പരമ്പരയുണ്ട്. പക്ഷെ ഒറ്റ ഒരുത്തൻ ഈ ക്രൂശിന്റെ ചുവട്ടിലില്ല. ശരിയാണോ? യോഹന്നാനുണ്ട്, മറിയമുണ്ട്, പിന്നെ കുറേ സ്ത്രീകൾ. ആട്ടെ, നിങ്ങൾക്ക് എവിടെ നിൽക്കുന്ന ഇഷ്ടം? ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ നിന്ന് ലാസർ പുറത്തിറങ്ങി വരുന്ന കാണാൻ ഇഷ്ടമില്ലാത്തവരാരും ഇവിടെ ഇല്ല. കടലിൽ മീതെ യേശു നടക്കുമ്പോൾ ആ കാഴ്ച കാണാൻ ഇഷ്ടമില്ലാത്തവരില്ല. 5 അപ്പം വാഴ്ത്തി നുറുക്കി നടുമ്പോൾ അത് കൊണ്ടു കൊടുക്കാനും അതിൻ്റെ ഒരു ഭാഗമാകാനും ആളുകൾ കാത്തിരിക്കുന്നെങ്കിൽ, സാക്ഷാൽ ജീവന്റെ അപ്പമായവൻ ഇതാ ക്രൂശിൽ പിടയുന്നു. ഈ രംഗത്തിന് സാക്ഷ്യം വഹിക്കാൻ ആർക്ക് മനസ്സുണ്ട്? കാരണം മുമ്പ് കണ്ടതൊക്കെ ആരവാരത്തിന്റെ, ആഹ്ലാദത്തിന്റെ, നൃത്തം ചെയ്യുന്ന അനുഭവമെങ്കിൽ ഇത് അനുതാപത്തിന്റെ സ്ഥലം, പൊട്ടിക്കരയുന്ന സ്ഥലം, കണ്ണീരിന്റെ ഇടം. അതാ ക്രൂശെങ്കിൽ ഈ ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കാൻ നിങ്ങളിൽ എത്ര പേർക്ക് സന്മനസ്സുണ്ട്? ഇന്ന് രാത്രി ആ ക്രൂശാണ് ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കുന്നത്. ആ ക്രൂശാണ് നമ്മുടെ ജീവിതത്തിന്റെ ഭാവിയുടെ ഭാഗതയങ്ങളെ നിർണ്ണയിക്കുന്നത്. ആ ക്രൂശിന്റെ ചുവട്ടിൽ ഒന്ന് നിൽക്കാൻ ആർക്ക് മനസ്സുണ്ട്? അപൂർവം ചിലർ, അപൂർവം ചിലർ. അതുകൊണ്ട് ക്രിസ്ത്യ ജീവിതം എല്ലാവർക്കും പറ്റില്ല. സൗഖ്യം കിട്ടിയ കുഷ്ഠരോഗികളോട് ചോദിക്കാം, സുഹൃത്തേ, മോശമല്ലേ? ക്രൂശിൻ്റെ ചുവടൊന്ന് പോകണ്ടായിരുന്നോ? നിനക്ക് സൗഖ്യം തന്നവൻ മരിക്കുന്നു, വാർത്ത അറിഞ്ഞില്ലേ? യായിറോസ് മകൾ ഉയർപ്പിക്കപ്പെട്ടതല്ലേ? ആ കുഞ്ഞുമായി ആ രംഗം പോയെന്ന് കാണണ്ടേ? അയ്യോ, അങ്ങനെയാണോ? കുഞ്ഞിനെ കോളേജിൽ ചേർത്തിരിക്കുക, ഞാനതിനെ സ്കൂളിൽ ചേർത്തിരിക്കുക. അതിൻ്റെ ഭാവിയാണ് ഇപ്പോൾ എൻ്റെ മുമ്പിലുള്ളതേ. 10 കുഷ്ഠരോഗികൾ പറയുക, വിവാഹം നിശ്ചയിച്ചിരിക്കുക. അതാണ് എൻ്റെ മുമ്പിൽ ഇപ്പോൾ ഉള്ള വിഷയം. അപ്പം തിന്നവരൊക്കെ പറയുക, ഞങ്ങളേ പുതിയ ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരിക്കുക. പലരും പലവടുക്ക് ചിതറി പതറി മാറിയപ്പോൾ കൃപ ലഭിച്ചവളും
ആ കൃപയ്ക്ക് സാക്ഷ്യം വഹിച്ചവരുമായി സമൂഹം തള്ളിക്കളഞ്ഞ ഏതാനും ഒറ്റപ്പെട്ടവർ ആ ക്രൂശിന്റെ ചുവട്ടിൽ ഇങ്ങനെ നിൽക്കുന്ന ആ കാഴ്ചയോളം സൗന്ദര്യമുള്ള കാഴ്ചകളൊന്നും ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഈ ക്രൂശാണ് നമ്മുടെ ശക്തി. ആ ക്രൂശാണ് എന്നെയും നിങ്ങളെയും മാറ്റിമറിച്ചത്. ആ ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കാനുള്ള ആർജവമാണ് ഉണർവിന്റെ വഴിത്താര. ആ ക്രൂശിന്റെ ചുവട്ടിൽ നിന്ന് നന്മ പ്രാപിക്കാൻ, അനുഗ്രഹം പ്രാപിക്കാൻ ആർക്കാണെന്ന് സാധിക്കുക? നമുക്ക് അവിടേക്കാണ് ചെല്ലേണ്ടത്. ഹല്ലേലൂയ. ഞാൻ നീട്ടണില്ല. ഇവരിങ്ങനെ നിൽക്കുമ്പോൾ കുറെ സ്ത്രീകളാ, അവർ പൊതുവെ ദുർബലരാ. ഇന്ന് ആളിൽ ചോദിക്കാറുണ്ട്, ഈ സ്ത്രീകൾ പ്രസംഗിക്കാവോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. സ്ത്രീകൾ പ്രസംഗിക്കണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ ഉള്ള ഈ പ്രസംഗം എല്ലാം കളയണം ഇപ്പോഴത്തെ. കാരണം ഈ യൂട്യൂബിലൊക്കെ സ്ത്രീകളുടെ പ്രസംഗം ഒന്ന് കേൾക്കാമെന്ന് നോക്കുമ്പോൾ വഴക്കുണ്ടാകുന്ന പോലെ. കാര്യം പരസ്യമാകാം, പക്ഷേ ആരാണ്ടോട് വൈരാഗ്യപ്പെട്ട് പറയുന്ന പോലെ. ഞാൻ ചില പ്രസംഗം കൊണ്ട് ഈ പുള്ളിക്കാരിയൊക്കെ വീട്ടിലെന്ത് വരിക, ഈ തെരുവിൽ കിടന്ന് ഇത്രയും ബഹളമാണെങ്കിൽ. സുവിശേഷ പറയുന്ന ഒരു മാർദ്ദവമില്ല. ഇങ്ങനെ പറഞ്ഞുതരാ, ഈ സ്ത്രീക്ക് ദൈവം കൊടുത്ത ശബ്ദം സംഗീതാത്മക. അതാ ഹിന്ദി ടീച്ചർമാരും മിക്കവാറുമൊക്കെ സ്ത്രീകളാകുന്നു. സംഗീതാത്മക, മ്യൂസിക്കലാണ്. നിങ്ങൾ ഉണർവ് പ്രസംഗം പറയാൻ പോയാൽ ഏതാണ്ട് കിളി ചലയ്ക്കുന്നുള്ള തോന്നുകയല്ലാതെ ഒന്നും തിരിച്ചറിയാൻ പറ്റുകയില്ല. മനസ്സിലായില്ല? ഉണർവ് വന്നാൽ വന്നോട്ടെ, അത് ശബ്ദം കൊണ്ട് ഉണ്ടാക്കാതെ അത് തന്നെ വന്നോട്ടെ. ആവേശം വരുമ്പോൾ വന്നോട്ടെ. ഇത് ഏറ്റവും വിസഡ് ആവേശം തന്നെയാണെന്നും മനസ്സിലാവില്ല. രണ്ടാമത്തെ വിഷയം, ഈ പ്രസംഗ വിഷയം ഒന്ന് മാറ്റണം. കാരണം ഈ രൂത്തും നവോമി കെങ്ക്രയാസഭയും ലേയും ഹാഗാറും കേട്ടുകെട്ടങ്ങ് മടുത്തു. ലേഡി സമാജം ഒരു മീറ്റിംഗ് വെക്കും, അന്നൊരു ഗസ്റ്റ് വരും. അന്ന് വരുന്ന ആ ഗസ്റ്റിനെ കണ്ടിട്ടുണ്ടോ? ഇവർ അന്ന് മാത്രം ഇട്ടിരിക്കുന്ന ഉടുപ്പിൻ്റെ മീതെ ഒരു ഉടുപ്പൊക്കെ ഇട്ടിട്ട് അവിടെ ഇരിക്കുന്ന പെൺപിള്ളേരെല്ലാം എന്ന് കുറ്റം പറയുക. ചുരിദാറിട്ട് ഒത്തില്ല, പാൻറ്റിട്ട് ഒത്തില്ല. ഇതൊക്കെയല്ലേ കേൾക്കുന്നത്? ഇതാ ലേഡി സമാജം. നമുക്കൊന്ന് മാറ്റണം. ഇത് വിരോധമായിപ്പോയോ? ഞാൻ കാര്യമാണ് പറയുന്നത്, ശ്രദ്ധിച്ച്. എനിക്കെൻ്റെ മുമ്പിൽ അതിനെക്കുറിച്ച് ഞാൻ ചില കാഴ്ചപ്പാടുകൾ കണ്ടായി സംസാരിക്കുന്നത്. അതിനുവേണ്ടി ദൈവം അയച്ചിട്ടാണ് ഞാൻ ഈ വന്നെന്ന് വിശ്വസിക്കുന്നു. എന്താണെന്നൂടെ പറയാം. ഇവിടെ ഇംഗ്ലണ്ടിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. വിദ്യാഭ്യാസമൊന്നുമില്ല. വിദ്യാഭ്യാസം ഇല്ലെങ്കിലും നന്നായിട്ട് സ്വയപരിശ്രമം കൊണ്ട് പഠിക്കും. അങ്ങനെ തനിക്ക് കിട്ടിയൊരു ബൈബിള് വായിച്ചു പല ആവർത്തി വായിച്ചതങ്ങ് തെറവായി. നല്ല അറിവായി ബൈബിളിൽ. പക്ഷെ പ്രസംഗിക്കാനൊന്നും അറിവൊന്നുമില്ല. അതിൻ്റെ ജോലി എന്താണെന്ന് അറിയണ്ടേ? ഷൂ ഉണ്ടാക്കുക. പട്ടാളക്കാർക്ക് ഷൂ ഉണ്ടാക്കുന്ന ജോലിയാണ്. അതീവ ശ്രദ്ധയോടെ വേണം. കാരണം ഒരു ഷൂ പാളിപ്പോയാൽ ഒരു കപ്പൽ നിറച്ചുള്ള സാധനം തിരിച്ചു വരും. അങ്ങനെയാ, ക്വാളിറ്റിയുള്ള വേണം. അതിസൂക്ഷ്മമായ ജോലി. അപ്പോൾ ഇതിൽ ലെതറുകളെല്ലാം ഒത്തിരി മിച്ചം വരും. കട്ടിങ് വേസ്റ്റ് വരും. ഇത് ഈ കട്ടിങ് വേസ്റ്റ് വൃത്തിക്കെടുത്താൽ, ഇപ്പം ചിത്രമൊക്കെ വരയ്ക്കാൻ അറിയാം, ഇതൊക്കെ ഒരു ഗ്ലോബ് ഉണ്ടാക്കി കട്ടിങ് വേസ്റ്റിൽ ഒട്ടിച്ചൊട്ടിച്ച് ഒരു ഭൂമിയുടെ ഗോളം ഉണ്ടാക്കി. ബ്രഷിന് അതിൽ ഈ മാപ്പെല്ലാം വരച്ചു പിടിപ്പിച്ചു. ഒരു കൗതുകത്തിന് പത്രങ്ങൾ വായിച്ചും ജേണലുകൾ മനസ്സിലാക്കിയും സുവിശേഷം ചെല്ലാത്ത സ്ഥലങ്ങളെ, സമുദ്രം നീല നിറത്തിൽ അടയാളപ്പെടുത്തി സുവിശേഷം ചെല്ലാത്ത ചില സ്ഥലങ്ങളെ ചുവന്ന മഷിക്ക് ഇങ്ങനെ അടയാളപ്പെടുത്തിയപ്പോൾ ഒരു സ്ഥലം അദ്ദേഹം കണ്ട അമ്പരന്നു. അന്നത്തെ ഇന്ത്യയെപ്പറ്റി വായിച്ച് പഠിച്ചിട്ടുണ്ട്. നല്ല അറിവായത് പറയുമ്പോഴും. പ്രാഥമിക വിദ്യാഭ്യാസമുള്ളൂ. വായന വഴി കിട്ടിയ വലിയ അറിവ്. അങ്ങനെ ഒരു ദിവസം ഇന്ത്യയിൽ ജോലി ചെയ്യുന്നൊരു ഡോക്ടർ ഇദ്ദേഹത്തെ പരിചയപ്പെട്ടു. ഡോക്ടർ ജോൺ തോമസ്. ഇദ്ദേഹത്തിൻ്റെ പേര് വില്യം കേരി. നിങ്ങൾ കേട്ടിട്ടുണ്ട്. കേരി പരിചയപ്പെട്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്യാൻ ആഗ്രഹമാണ്. ഡോക്ടർക്കും വലിയ സന്തോഷം. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഡോക്ടറാണ്. പക്ഷെ കേരി ഒരു പ്രശ്നമുണ്ട്. ഇന്ത്യയിലേക്ക് ഒരു സായിപ്പ് എന്നല്ല അവർ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറഞ്ഞ ഒരു പാശ്ചാത്യൻ ചെന്ന് കഴിഞ്ഞാൽ 45 വയസ്സിനുള്ളിൽ മരണം ഉറപ്പാണ്. വൈസ്രോയിമാരൊക്കെ അത്രയും നിൽക്കിയല്ല, അതിനുമ്പോൾ തിരിച്ചു പോകും. കാരണം കാലാവസ്ഥ, അവിടുത്തെ പകർച്ചവ്യാധി, മലേറിയ പോലുള്ള രോഗങ്ങൾ, കോളറ, ഇതൊക്കെ വലിയ പ്രശ്നമാണ്. എന്നൊക്കെ പ്രയാസമാവും.
ഒത്തിരി നിരുത്സാഹപ്പെടുത്തിയെങ്കിലും കേരിയുടെ ആ ഉറപ്പ് കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ എല്ലാം അറേഞ്ച് ചെയ്യാം. ഒരു അപകടമുണ്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി മിഷണറിമാർക്ക് ഇത് കൊടുക്കില്ല, വിസ കൊടുക്കില്ല ഇന്ത്യയിൽ വരാൻ. പിന്നൊരു വഴിയുണ്ട്, വിസ ഇല്ലാതെ പോകാം. കപ്പലിലെ ക്യാപ്റ്റൻ എൻ്റെ സുഹൃത്താണ്, നിന്നെ അതിൽ കയറ്റി അവിടെ ഇറക്കും, പേടിക്കണ്ട, റെഡി ആയിക്കോ. 4 മക്കളാ. അപ്പോൾ 3 മക്കൾ. ഒരു കുട്ടിയെ ഭാര്യ പ്രഗ്നൻ്റ് ആയിരിക്കുക, 6 മാസമായി. അവർക്കൊരനിയത്തിയുണ്ട്, തളർവാദം രോഗിയായിരിക്കുക. തണുപ്പ് വന്നാൽ ഉടനെ രോഗം പഴയ അവസ്ഥയിലെത്തും. വീട്ടിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അയ്യോ നടക്കില്ല, ഈ പിഞ്ചു കുഞ്ഞുങ്ങളെയും പിടിച്ച് മുതലകളും പാമ്പും. അന്നത്തെ ഇന്ത്യ ഭീകരാവസ്ഥ, ഞങ്ങളില്ല. അവസാനം പറഞ്ഞ് മൂത്ത കുഞ്ഞിനെയും കൂട്ടി ഫെലിക്സ് 7 വയസ്സ് ഇന്ത്യയിലേക്ക് വരിക. കപ്പലിൽ കയറി. കപ്പൽ യാത്ര പുറപ്പെടുമ്പോൾ ഈ ക്യാപ്റ്റന് വലിയ സന്തോഷം. കാരണം പുള്ളി ഒരു സുവിശേഷ ആത്മാവുള്ള മനുഷ്യനാണ്. ഞാൻ പറഞ്ഞ്, കയ്യിൽ നിന്ന് ചിലവിട്ട് ഫുഡൊന്നും കഴിക്കണ്ട, ഞാൻ തരാം, ഫുഡ് കൊടുക്കും. ഇങ്ങനെ സൗജന്യമായി ഭക്ഷണം കഴിക്കണമല്ലോ എന്ന് ഓർത്ത് ഭക്ഷണം ഒരു നേരമൊക്കെ ആയിട്ട് ചുരുക്കും. കപ്പലിലെ യാത്രയിൽ നോക്കണം, അവന് വാരി കൊടുക്കും. താണ്ട് 3 മാസം പിന്നിടുമ്പോൾ വീട്ടിൽ നിന്നൊരു കത്ത്. കപ്പലിൽ എങ്ങനെ കത്ത് കിട്ടുന്നതല്ലേ, വള്ളങ്ങൾ ബോട്ടിലൊക്കെ അങ്ങോട്ട് പോകുന്ന വണ്ടി ഇങ്ങോട്ട് പോകുന്ന ബോട്ടിലൊക്കെ ഇത് കൈമാറ്റം ചെയ്യാനുള്ള സംവിധാനം അന്നേ പാശ്ചാത്യർക്കുണ്ട്. മറുപടി എഴുതാം. കത്തിലെ വാർത്ത, ഈ സ്ത്രീ പ്രസവിച്ചിരിക്കുന്നു ഒരു കുഞ്ഞിനെ. അവന് യബ്ബേസ് എന്ന് പേരിട്ടു. അവന് ഈ മൂത്ത മകൻ ഫെലിക്സിനോട് പറഞ്ഞു, കുഞ്ഞെ നിനക്കൊരു കുഞ്ഞാവ ജനിച്ചു. വലിയ സന്തോഷം. അപ്പോൾ ഇവൻ ചോദിക്കും, പേരെന്താ? യബ്ബേസ്. ഇത് ബൈബിളിൽ എവിടെ യബ്ബേസ് കാണിച്ചതാ? ആ ഭാഗം തുറക്കാൻ ശ്രമിച്ചപ്പോൾ കേരി അമ്പരന്നു. കാരണം ആ പേരിൻ്റെ അർത്ഥം വ്യസനപുത്രൻ. അത് ഈ കുഞ്ഞ് വായിച്ചാൽ അവൻ്റെ മനസ്സ് വേദനിക്കും. ബോധപൂർവം വിഷയം മാറ്റി. ഒരു കത്ത് കേരി മറുപടി ഇട്ടു. കുഞ്ഞിന് നന്മ ആശംസയൊക്കെ പറഞ്ഞിട്ട്, നിന്നോടും കുഞ്ഞിനോടുമൊക്കെ ഉള്ള എൻ്റെ സ്നേഹം വലുതാ. ആ സ്നേഹം നിമിത്തം എനിക്ക് തിരിച്ചു വരാനൊക്കെ തോന്നും. പക്ഷേ ഇന്ത്യയെക്കുറിച്ചുള്ളൊരു വേദന എന്നെ അങ്ങോട്ട് നയിക്കുക. അടുത്തൊരു വാക്ക് നമ്മളെ വേദനിപ്പിക്കും. ഒരു തിമിംഗലത്തെയും ഭക്ഷിക്കാനുള്ള വിശപ്പ് എനിക്കുണ്ട്. പക്ഷെ അതല്ല ഇന്ത്യയെക്കുറിച്ചുള്ള വേദനയ്ക്ക് മുമ്പിൽ ഞാൻ മറക്കുന്നു. അടുത്ത ദുരന്തം കാത്തിരിക്കുക. ഒരു ഫ്രഞ്ച് കപ്പൽ മറുചാലിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അന്ന് ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ യുദ്ധമാണ്. ഇവരെ ആക്രമിക്കും. അതുകൊണ്ട് ചാല് തിരിച്ചു വിട്ടു. മറ്റൊരു തുറമുഖത്ത് കപ്പലെടുത്തു, ഇംഗ്ലണ്ടിൻ്റെ തന്നെ വേറൊരു ഭാഗത്ത്. ഫുഡ് കയറ്റണം. ഇതിനൊക്കെ വേണ്ടി കപ്പൽ അവസരം വിനിയോഗിക്കും. ഈ ഘട്ടത്തിൽ എല്ലാവരും പുറത്തിറങ്ങി. ഡോക്ടറും കുടുംബമൊക്കെ ഉണ്ട്. അവർ പണ്ട ഇന്ത്യയിൽ വന്നിട്ടുള്ളവരാ. പക്ഷേ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു, ക്യാപ്റ്റൻ ഒരു ദുഃഖവാർത്തയായിട്ട് വന്നു. ഈ കപ്പലിൽ വിസ ഇല്ലാതെ ചില പുരുഷന്മാർ യാത്ര ചെയ്യുന്നു എന്ന് കമ്പനിക്ക് അറിവ് കിട്ടി. അറസ്റ്റ് ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ കേരിയുടെ യാത്ര തടസ്സപ്പെട്ടു. കുഞ്ഞിൻ്റെ കൈ പിടിച്ച് പിന്നെയും യാത്ര ചെയ്ത് കേരി വീട്ടിലെത്തി. വീട്ടിൽ വലിയ ഉത്സവം, ആഘോഷം, പോയവർ തിരിച്ചു വന്നതിലുള്ള സന്തോഷം. പക്ഷെ കേരിയുടെ മനസ്സാകെ ദുഃഖം. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഡോക്ടർ ജോൺ തോമസ് വീണ്ടും വന്നു. വില്യം കേരി ക്ഷുഭിതനായി. പണം പോയി, കഷ്ടപ്പാട് വേറെ, ഇന്ത്യയിലെത്തിയില്ല. ഒത്തിരി വഴക്ക് കെട്ടിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു, കേരി, ഞാൻ നിങ്ങളൊരു കാര്യം പറഞ്ഞിരുന്നു. നീയും കുഞ്ഞും ഇന്ന് ഇവിടുന്ന് പോയാൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരികയല്ല. ഈ അബേസിനെ കാണാനാവില്ല, ഭാര്യയെ കാണാനാവില്ല. ഈ തിരിച്ചുള്ള അടുത്ത യാത്ര ഞാൻ നിനക്ക് ഒരുക്കിയിട്ടുണ്ട്. നിന്റെ ഭാര്യയും മക്കളും കൂടെ വരില്ലെന്ന് ആര് കണ്ടു? അതിന് ഡച്ച് ആധിപത്യമുള്ളൊരു സ്ഥലം ഇന്ത്യയിലുണ്ട്. അവിടെ നിന്നെ ഞാൻ ഇറക്കാം. ഡച്ച് കപ്പൽ വരുന്നുണ്ട്. സമ്മതിച്ചു. പോകാൻ തയ്യാറായി.
ഭാര്യയോട് പറഞ്ഞു. ഭയജഗതി അവൾ പറഞ്ഞു, ഈ വെലങ്ക കുഞ്ഞിനെ കൊണ്ടോ സാധിക്കില്ല. പറഞ്ഞ് അവസാനം കേരി പൊട്ടിക്കരഞ്ഞു. തലയിൽ കൈവച്ച് വഴിയോരത്തിരുന്ന് കരഞ്ഞു. ഒടുക്കം ഭാര്യ ജോൺ തോമസ് ശുഭിതയായി പറഞ്ഞു, നിന്റെ ഭർത്താവിനെ ഇന്ന് പിരിഞ്ഞുകൊള്ളണം. കാരണം ഈ മകനും ഭർത്താവും തിരിച്ചു വരില്ല. ഇന്ത്യയിൽ പോലുള്ള അവസ്ഥ അതാ. ആ വാക്കവരെ വേദനിപ്പിച്ചു. അങ്ങനെ വെലങ്ങക്കുഞ്ഞിനെ എടുത്ത് ഞൊണ്ടി നടക്കുന്ന അനിയത്തെ കൂടെ കൂട്ടി ബാക്കി 3 മക്കളുടെ കൈപിടിച്ച് ഈ രാജ്യത്തെക്കുറിച്ച് അറിയാത്ത ഒരു പാവ സഹോദരി കൂടെ വില്ലങ്കരിക്കൊപ്പം യാത്ര ചെയ്ത് കപ്പലിൽ കയറി. കപ്പൽ തീരം വിട്ടു പോവാ. ഈ ക്യാപ്റ്റനും വളരെ നല്ല മനുഷ്യനായിരുന്നു. പക്ഷെ കേരിയുടെ ഭാര്യയും മക്കളും ആ കപ്പലിലെ മറ്റൊരു സ്ത്രീയെ കണ്ട് ഭയന്നു. അതിലെ സ്റ്റാഫാ ഭയക്കാൻ കാരണം ഒരു ഭീമാകാര രൂപി, ഒരു ബ്ലാക്കാ, നീഗ്രോ സ്ത്രീയാ. ഇത്തരം ആളുകളെയൊന്നും അവർ കണ്ടിട്ടില്ല. അവരുടെ രൂപവും ഭാവവും എല്ലാം കണ്ടപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം കരയാൻ തുടങ്ങി. പക്ഷേ കുറേ നാളത്തെ ഇടപെടലിന് ശേഷം മനസ്സിലായി, സാധുവായൊരു സ്ത്രീ. ഒരു കുഞ്ഞുങ്ങളെ എടുക്കും, ഭക്ഷണം കൊടുക്കും, കേരിക്കും കുടുംബത്തിനും വേണ്ടതൊക്കെ കൊടുത്ത് പരിപാലിച്ചു കൊണ്ടുപോവാ. 101 ദിവസം പിന്നിടുമ്പോൾ അടുത്ത ദുരന്തം. ആഞ്ഞടിച്ച മഴയും പ്രതികൂല കാലാവസ്ഥയിൽ പടർന്നു പിടിച്ച പകർച്ചവ്യാധി, പനിയും അതിസാരവും പലർക്കും ബാധിച്ചു. ആ യാത്രയിൽ ഈ നീഗ്രോ സ്ത്രീ മരിച്ചു. തങ്ങൾക്ക് ഭക്ഷണം ഒരുക്കിയ, കുഞ്ഞുങ്ങളെ പരിപാലിച്ച ആ സ്ത്രീയുടെ മൃതശരീരം പ്രാർത്ഥിച്ച് കടലിലേക്ക് തള്ളുമ്പോൾ കേരിയും കുടുംബവും അനുഭവിച്ച വ്യഥ നിങ്ങളെന്ന് ആലോചിക്കണം. വീണ്ടും 4-5 മാസത്തെ കഠിനമായ യാത്രക്കൊടുവിൽ കപ്പൽ ഇന്ത്യൻ തീരത്തടുത്തു. ഇന്ത്യയിലിറങ്ങി. ഒത്തിരി കഷ്ടപ്പാടുകൾക്ക് ശേഷം ദൈനംദിന ജീവിതത്തിന് പണം കണ്ടെത്താൻ നീലച്ചെടികളുടെ ഒരു പാട്ടഭൂമി കയറി പാട്ടത്തിനെടുത്തു. നീലച്ചെടി എന്ന് പറഞ്ഞാൽ പണ്ട് ഈ നീലം മുക്കുന്ന ആ പൊടി ഉണ്ടാക്കുമല്ലോ, അതിൻ്റെ ഒരു തരം ചെടിയാണ്. പക്ഷെ അടുത്ത പ്രളയത്തിൽ കൃഷിയൊക്കെ നശിച്ചു. തൊടുന്നതും പിടിക്കുന്നതെല്ലാം നഷ്ടം. എങ്ങോട്ട് തിരിഞ്ഞാലും പരാജയം. നീണ്ട 3 വർഷം പ്രസംഗിച്ചിട്ടൊരു ഒറ്റ മനുഷ്യനെ കിട്ടിയില്ല. പരിഭാഷപ്പെടുത്തുന്നവൻ പോലും വിശ്വാസത്തിൽ വരുന്നില്ല. നിരാശപ്പെടുത്തുന്ന 100 ശബ്ദങ്ങൾക്കൊടുവിൽ അടുത്ത ദുരന്തം. കേരിക്ക് മലേറിയ പിടിച്ചു. 28-30 വയസ്സ് പ്രായമുള്ള ആ മനുഷ്യൻ്റെ മുടിയൊക്കെ കൊഴിഞ്ഞിട്ട് ഒരു 60 വയസ്സുകാരൻ്റെ രൂപത്തിലേക്ക് മാറി. കണ്ണുകൾ കൊഴിഞ്ഞു. 2ാമത്തെ മകൻ പീറ്റർ, അയാൾക്കും ഇതേ രോഗം ബാധിച്ചു. 2 ആളുകളും കിടക്കുക. വാക്സിനില്ല, മരുന്നില്ല, വെള്ളം തിളപ്പിച്ച് കുടിക്കും, മിക്കപ്പോഴും പട്ടിണി. ആര് കൊടുക്കാൻ? രോഗികൾ 2 പേരും അടുത്ത മുറിയില്ല. ഒരു ദിവസം പ്രഭാതത്തിൽ 3 മണിക്ക് അടുത്ത ദുരന്ത വാർത്ത. നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന പീറ്റർ മരിച്ചു. ഈ കുഞ്ഞിനെ അടക്കാൻ അയൽക്കാരെയൊക്കെ വിളിച്ചിട്ട് വരുന്നില്ല. ദേവിയുടെ കോപം നിമിത്തമാണ് ഈ മരണം വന്നത്. കൽക്കട്ടയിലെ ആളുകൾ ആരാധിച്ചു പോരുന്ന കാളി ടെമ്പിളുണ്ട്. ആ കാളി ക്ഷേത്രത്തിലെ എന്തോ തരത്തിലെ അതിനെതിരെയൊക്കെ പറഞ്ഞിട്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാട്ടുകാർ മുഴുവൻ ബഹിഷ്കരിച്ചു. ഈ മനുഷ്യൻ മുറ്റത്ത് കുഴിയെടുക്കുമ്പോൾ ഉള്ളിൽ നിന്ന് വെള്ളക്കെട്ട്. ആ വെള്ളത്തിനുള്ളിലേക്ക് തൻ്റെ മകൻ്റെ മൃതശരീരം എടുത്ത് മൂടുന്ന ഒരപ്പൻ്റെ മാനസികാവസ്ഥ അറിയുമോ? ശവടക്കെല്ലാം കഴിഞ്ഞ് അടുത്ത ദിവസം മുതൽ കേരിയുടെ ഭാര്യ സമനില വിട്ട് പെരുമാറാൻ തുടങ്ങി. ഒരുമിച്ച് ഭക്ഷണത്തിലിരിക്കുമ്പോഴൊക്കെ ഒരളവ് ഭക്ഷണം മകന് വേണ്ടി വിളമ്പി വെക്കും. അതെടുത്ത് കളഞ്ഞാൽ പ്രശ്നം, മറ്റു കുട്ടികൾ കഴിച്ചാൽ പ്രശ്നം. ഇറ്റ് ഈസ് ഫോർ പീറ്റർ. നിന്നോട് ആര് പറഞ്ഞെടുക്കാൻ? പീറ്റർ എവിടെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. എങ്ങും കാണാതെ വരുമ്പോൾ ഇല്ലങ്കേറിയെ പിടിച്ചിട്ട് ഉലച്ചിട്ട് ഭാര്യ ചോദിക്കും, പീറ്റർ എവിടെ? പിന്നെ ക്രൂരമർദ്ദനമാ. സമനില തെറ്റിപ്പോയി. പ്രിയപ്പെട്ടവരെ, അതിഥികൾക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൺകൂജകളൊക്കെ എടുത്ത് കേരിയുടെ തലക്കടിക്കും, കുട്ടികളൊക്കെ ഉപദ്രവിക്കും. ഈ മനുഷ്യൻ ഈ പ്രതിസന്ധിക്ക് നടുവിലാണ് 6 മേജർ ഭാഷകളിൽ വിശുദ്ധ ബൈബിൾ പരിഭാഷപ്പെടുത്തിയത്.
28 ഇന്ത്യൻ ഭാഷകളിൽ പുതിയ നിയമം പരിഭാഷപ്പെടുത്തി. താൻ പരിഭാഷപ്പെടുത്തി വെച്ചിരിക്കുന്നതൊക്കെ വാരിയെടുത്ത് ചുട്ടുകളയും. പോയിട്ട് വരുമ്പോൾ സഹനത്തിൻ്റെയും ക്ഷമയുടെയും വഴിയിലൂടെ ഈ ഭക്തൻ നടക്കുമ്പോൾ അയാൾ അനുഭവിച്ച ത്യാഗം കണ്ടിട്ട് ലോകമൊക്കെ പരിഹസിച്ചിട്ടുണ്ടാകാം, 100 പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടാകാം. പക്ഷേ 1993 ഇന്ത്യൻ രാഷ്ട്രപതി ശങ്കർദയാൽ ശർമ്മ ഇന്ത്യ ഭരിക്കുമ്പോൾ വില്യം ഗേറിയെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി. എന്തിനാ? ഈ രാജ്യത്ത് വന്ന് ആധുനിക മിഷൻ പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ഇന്ത്യക്കാരൻ ആദ്യം BA MA ഈ ഡിഗ്രികൾ കണ്ടത് വില്യം ഗേറിയുടെ സ്ഥാപനത്തിൽ നിന്നാണ്. ചിലതരം പ്രവൃത്തികൾ ചെയ്യാൻ അമിതമായ കൃപയുടെ ഒരു വാഗ്ദത്തമുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ ത്യാഗം വലുതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം ചില ദൂതുകൾ ഏറ്റെടുക്കുമ്പോൾ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി അങ്ങ് പറഞ്ഞതുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് സമർപ്പണം ചെയ്യാൻ ആർക്ക് മനസ്സുണ്ട്? അവരൊരു കാലം വരാൻ പോകുകയാ. അവരാണ് ഇനി വരാനിരിക്കുന്ന കാലത്തെ മാറ്റിമറിക്കുന്ന ഉണർവിന്റെ പ്രയോക്താക്കൾ. അവരെ കൊണ്ട് മാത്രമേ ദൈവം ഇനി വരാനിരിക്കുന്ന ഒരു ഉണർവിന്റെ ശക്തി ഉപയോഗിക്കപ്പെടാൻ പോകുന്നുള്ളൂ. അതിനുവേണ്ടി ആര് കാത്തിരിപ്പുണ്ട്? അതിൻ്റെ മറുവശം ത്യാഗമാണ്. അതിൻ്റെ മറുവശം ഒറ്റപ്പെടല. പ്രിയപ്പെട്ടവരെ, മറ്റൊരാളെ പരിചയപ്പെടുത്താം. അതൊരു സഹോദരിയാ, ഇന്ത്യക്കാരിയാ. കർണാടകയിൽ നിന്ന് ഒരു ചിത്പവൻ ബ്രാഹ്മണ കുടുംബം തീർത്ഥാടന കേന്ദ്രങ്ങൾ കയറി ഇറങ്ങി പോവുകയാ. എന്താ ചിത്പവൻ ബ്രാഹ്മൺ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഗാന്ധിജിയെ വെടിവെച്ച് വന്ന ഗോഡ്സയുടെ കുടുംബമാണ് ആ സമൂഹം. അന്ന് ഗാന്ധിജിയൊന്നും ഇല്ല, സംഭവത്തിനൊക്കെ മുമ്പാ. ഈ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, സരസ്വതി. അപ്പോൾ ഈ ഇവർക്കൊരു പ്രശ്നമുണ്ട്, മറ്റ് ബ്രാഹ്മൺസിൻ്റെ പോലും ഫുഡ് കഴിക്കില്ല. അതുകൊണ്ട് കടകമ്പോളങ്ങളിലെ ഭക്ഷണമൊക്കെ കഴിക്കാൻ പാടാണ്. വളരെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. ആ യാത്രയിൽ ഈ പെൺകുട്ടി, അപ്പനും അമ്മയുണ്ട്, ഒരു കുളത്തിലിറങ്ങി കുളി കഴിഞ്ഞ് കയറുമ്പോൾ കയ്യിലെന്തോ തടഞ്ഞു. കിട്ടിയതൊരു ഗണപതി വിഗ്രഹമാണ്. അന്നുപോലെ ഈ പെൺകുട്ടി ആളുകൾ വാഴ്ത്തി പുകഴ്ത്താൻ തുടങ്ങി. കാരണം ഈ ദൈവചൈതന്യം അവൾക്കേ ലഭ്യമായുള്ളൂ എന്നൊരു പ്രചരണം. അതിനുശേഷം അവളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ ആളുകൾ വരുന്നു. പക്ഷെ യാത്രയിലൊരു ദുരന്തം അവരെ നേരിട്ടു. കഠിനമായ പട്ടിണി നിമിത്തം അപ്പൻ മരിച്ചു. അമ്മയും സഹോദരങ്ങളെല്ലാം പട്ടിണിയുടെ ആധിക്യത്തില്ല. ഒരു രാത്രി കയ്യിലിരിക്കുന്ന ഈ ബിംബം ഉയർത്തിയിട്ട് അവളെ ചോദിച്ചു, നീ സാക്ഷാൽ ദൈവമെങ്കിൽ ഒരിക്കലും സന്തോഷമില്ലാത്ത ഈ ജീവിതം എനിക്കെന്തിനാ? അതുകൊണ്ട് ഇന്ന് ഞാൻ നിന്നെ ഉപേക്ഷിക്കുക. വലിച്ചെറിഞ്ഞു ഈ ബിംബം. ബിംബം വലിച്ചെറിഞ്ഞിട്ട് സത്യസന്ധമായി ഇടപെടുന്നൊരു ജീവിക്കുന്ന ദൈവമുണ്ടെങ്കിൽ എനിക്കറിയണം. ക്രിസ്തു ചൈതന്യം അന്ന് രാത്രി അവളിൽ വ്യാപരിച്ചു. അവളൊരു മിഷണറിയ വനിതയെ കണ്ടുമുട്ടി, സുവിശേഷം മനസ്സിലാക്കി. സംസ്കൃത ഭാഷയിൽ അവഗാഹമുള്ള പണ്ഡിതയാണ്. അതുകൊണ്ട് അവരുടെ മുഴുവൻ പേര് പണ്ഡിറ്റ് രമാബായി സരസ്വതി എന്നാണ്. ഇംഗ്ലണ്ടിൽ പോയി, അമേരിക്കയിൽ പോയി. അവളെ മനുഷ്യർ ആഹാരം കഴിക്കുന്നു, മാംസം കഴിക്കുന്നു, ചിക്കൻ കഴിക്കുന്നു, മട്ടൺ കഴിക്കുന്നു. അവരാരോഗ്യ തിളകാത്തര. ഇന്ത്യക്കാരൊക്കെ ഇത് ഉപേക്ഷിച്ചിട്ട് രോഗം വലിച്ചു വച്ചിരിക്കുന്നു. എൻ്റെ നാടിങ്ങനെ തകർന്നിരിക്കവേ എനിക്കിവിടെ താമസിക്കാനാവില്ല. ഞാൻ എൻ്റെ നാട്ടിൽ മടങ്ങിച്ചെന്ന് ഞാൻ കണ്ടെത്തിയ ചൈതന്യം അവിടുത്തുകാരോട് പറയും. നാട്ടിൽ മടങ്ങിയെത്തി പൂനെക്കടുത്തൊരു സ്ഥലത്ത് ഒരു ചെറിയ കെട്ടിടമുണ്ടാക്കി. ആ കെട്ടിടത്തിൽ സമൂഹം തള്ളിക്കളഞ്ഞ, കണ്ണുകാണാത്ത, അംഗവൈകല്യമുള്ള, പലതരത്തിലെ പ്രശ്നങ്ങളുള്ള, നിരാകരിക്കപ്പെട്ട നിരാലംബരായ സ്ത്രീകളെ കൊണ്ടുവന്നു. 1-2 പേരെയല്ല, സ്ഥാപനം വളർന്ന് 350-ലധികം ഏക്കർ ക്യാമ്പസ് ഇപ്പോഴും ഉണ്ട്. കുറേയൊക്കെ സർക്കാരിന് കൊടുത്തു. 3500-ലധികം അന്തേവാസികൾ ഒരു സ്ഥാപനം വളർന്നു. വലിയ ചർച്ചും ഹാളും ഒക്കെ ഉണ്ടാക്കി. രമാബായി സരസ്വതി തിരുവചനം ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. അവിടെ വചനം വായിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി അപ്പോസ്തല പ്രവൃത്തി 2 വായിച്ചിട്ട് ഒരു ചോദ്യം ചോദിച്ചു, ഇത് ഇന്നും സംഭവിക്കുമോ ഈ അന്യഭാഷകൾ? അവൾ പറഞ്ഞു, എനിക്കിതൊന്നും അറിയില്ല, നമുക്ക് പ്രാർത്ഥിക്കാം.
ആ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ സംശയം ചോദിച്ച പെൺകുട്ടിയുടെ ശരീരത്ത് ഒരു തീ വ്യാപരിക്കുന്ന കാഴ്ച കണ്ടിട്ട് അടുത്തിരുന്ന ആളുകൾ മാറി ദൂരെ പോയി തൊട്ടിയിൽ വെള്ളം ശേഖരിച്ച് കപ്പ് കൊണ്ടുവന്ന് ഈ വെള്ളം ദേഹത്തൊഴിച്ച് തീ അണയ്ക്കാൻ ശ്രമിക്കുമ്പോൾ തീ ആളി കത്തി അടുത്തിരിക്കുന്ന ആളുകളെല്ലാം തീ പടരുന്നു. നോക്കി നിൽക്കെ നിർവൃതിദായകമായ ഒരു അനുഭവത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി അന്യഭാഷാ ഭാഷണം അടയാളമാക്കിക്കൊണ്ട് ഒരു സഭ പൂനെയിൽ ആരംഭിച്ചു. മുക്തി മിഷൻ. സ്ത്രീകൾക്കിടയിലെ ഉണർവുണ്ടായ ഈ സ്ഥാപനം വളർന്നു. നിരാലംബര ചേർത്ത് തുടങ്ങിയതാ. ഇന്നും ഉണ്ടത്. അംഗസംഖ്യയൊക്കെ കുറവാണ്. എന്തിനാ പറഞ്ഞേ? നമുക്കെല്ലാം ദൈവവിളിയുണ്ട്, നമുക്ക് ലേഡി സമാജമുണ്ട്, നമുക്ക് കൺവെൻഷനുണ്ട്, നമുക്ക് പാട്ടുണ്ട്. എങ്ങനെ ഈ വരൾച്ച വന്നെന്നറിയോ? വരൾച്ച വന്നെങ്ങനെ? അൻകുളത്തോടെ ഇവിടെ പ്രസംഗിക്കുന്നു, തൊട്ടപ്പുറത്ത് പ്രസംഗിക്കുന്നു, അപ്പുറത്ത് പ്രസംഗിക്കുന്നു. അതിനുശേഷം കാവാലം വരുന്നു, ഷമീർ കൊല്ലം വരുന്നു, മറ്റൊരാൾ വരുന്നു. നിങ്ങളിത് കേട്ട് ഞങ്ങളെക്കാൾ അറിയാം എന്തൊക്കെ ചെയ്യാൻ പോകുന്നതെന്ന്. മനോജ് ഭാഷയുടെ ശുശ്രൂഷിക്കുന്നു. ഇതിനുശേഷം ഇതേ സെൻറ്ററിൽ വേറൊരിടത്ത് നിങ്ങൾ ഞങ്ങളെ കണ്ടും ഞങ്ങൾ നിങ്ങളെ കണ്ടും എന്തൊക്കെ ചെയ്യുമെന്നറിയാം. പുതുമകളില്ല ചെയ്യുന്ന കാര്യത്തിൽ. നമുക്കൊന്ന് മാറി ചിന്തിച്ചാലോ? നമുക്കൊന്ന് മാറി പ്രവർത്തിച്ചാലോ? സന്തോഷമാണോ? ഒന്ന് സമർപ്പിച്ച് അതിനുവേണ്ടി ദൈവമക്കൾ, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി എന്താ സംഭവിക്കുന്നതിൻ്റെ ഒരു വരൾച്ച അത് കുട്ടികളിലേക്ക് ചെന്ന് വ്യാപരിച്ചു പോയാൽ ഭീകരമാണ് അടുത്ത അവസ്ഥ. നമുക്കിവരെയൊക്കെ നേടണം, സ്ഥിതിഗതികളെ മാറ്റണം. നിങ്ങളുടെ മുന്നിലും എല്ലാം ഉണ്ടൊരു അഭിഷേകം, ഒരു നിറവ് ദൈവം തന്നിട്ടുണ്ട്. ചില ഉത്തരവാദിത്തങ്ങളെ, ചില ദർശനങ്ങളെ ഏറ്റെടുത്ത് ചെയ്യാനുള്ള കൃപ ദൈവം തന്നിട്ടുണ്ട്. കൃപ ലഭിക്കുന്നത് ചില വലിയ ദൗത്യങ്ങൾ ചെയ്യാനാ. കൃപ ലഭിക്കുന്നത് ആലയത്തിന്റെ 4 ചുവരുകളിലെ പ്രകടനപരതയ്ക്കല്ല, അതിനപ്പുറത്ത് ചില ദൗത്യങ്ങൾ ചെയ്തെടുത്ത് വിജയപ്രദമായ ചില ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനാ ദൈവം നമ്മുടെ എല്ലാം മീതെ ദൈവകൃപ തന്നിരിക്കുന്നത്. അതിനുവേണ്ടി ജാഗരിച്ച്, അതിനുവേണ്ടി പ്രവർത്തിച്ച്. അതിനെ പ്രായം തടസ്സമല്ല, നിങ്ങളിപ്പോൾ എന്തായിരിക്കും തടസ്സമല്ല, നിങ്ങൾക്ക് ഇതുവരെ പോകാം എന്നുള്ള തടസ്സമല്ല, വിദ്യാഭ്യാസ കുറവ് പ്രശ്നമല്ല, പണമില്ലെന്നുള്ള തടസ്സമല്ല. സമർപ്പിക്കാൻ മനസ്സുണ്ടോ? എനിക്ക് യേശുവിനായി പ്രയോജനപ്പെടണം, കൃപകൾ ജ്വലിപ്പിക്കണം, സഭയുടെ ഉണർവിനായി ജാഗരിക്കണം, ദേശത്തിന്റെ വിടുതലായി ജാഗരിക്കണം, കൂടുതൽ പേർ സ്നാനപ്പെട്ട് മുമ്പോട്ട് വരണം, പുതുതായ ആത്മാക്കൾ വീണ്ടും ഞാൻ അനുഭവത്തിലേക്ക് വരണം, കുട്ടികൾ സുവിശേഷത്തിന്റെ വ്യാപനത്തിന് സമർപ്പിതരാകണം. ആർക്കാഗ്രഹമുണ്ട്? ഈ ആഗ്രഹത്തോടെ നമുക്ക് ഒരു വെള്ളക്കണ്ണുകൾ വയ്ക്കാം, ഹൃദയത്തെ ഏകാഗ്രമാക്കാം. പ്രാർത്ഥിക്കാൻ ആർക്ക് മനസ്സുണ്ട്? എവിടെയോ സംഭവിച്ചു പോയ ആത്മീയമായ മാന്യത്തിന് നമുക്കൊരു മറുപടി കൊടുത്തേ പറ്റൂ. ഈ സ്ഥിതിക്കൊരു മാറ്റം വന്നേ പറ്റൂ, ഈ അവസ്ഥയ്ക്കൊരു മാറ്റം വന്നേ പറ്റൂ. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെല്ലാവരും. സ്വന്തം ആത്മീയ വൃത്തിക്കാ പ്രാർത്ഥിക്കണ്ടേ? മറ്റൊരാളിലെ കൃപാവരം തേടി ഓരോ പ്രാർത്ഥനകളും ചെല്ലുമ്പോൾ ഒരിക്കൽ പോലും ഇത് വേദനിപ്പിച്ചിട്ടില്ലേ? കടം വാങ്ങാൻ പോകുന്ന പോലല്ലേ നമ്മൾ വന്നത്? അവിടെ ചോദിച്ചാൽ പണം കിട്ടും, ഈ ബാങ്കിൽ ചെന്നാൽ ലോണ് കിട്ടും എന്നതുപോലെ ഇന്ന് ആരാധനയ്ക്ക് ചെന്നാൽ അവിടെ മറ്റൊരാൾ എനിക്ക് വേണ്ട കൃപ കൊണ്ട് തന്നിട്ടുണ്ട് എന്ന് ചിന്തിക്കാതെ നമുക്കൊരു സ്വർഗസ്ഥ പിതാവുണ്ട്, അവിടുന്ന് എനിക്ക് നേരിട്ട് തരാൻ ശക്തനാണെന്നുള്ള ചിന്തയോടെ ചില കൃപകളെ ഏറ്റെടുക്കാൻ ആർക്ക് മനസ്സുണ്ട്? ദൈവം അനീതിയുള്ള ന്യായാധിപനല്ല. അവൻ തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ പോകുന്ന ആ ഉണർവിന് ദൈവം ഉപയോഗിക്കുന്ന ചാലകശക്തി നിങ്ങളാണെന്ന് എത്ര ആളുകൾ ഇന്നിവിടെ വിശ്വസിക്കുന്നോ? എന്നിലൂടെ ഒരു പകർച്ച, ദൈവാത്മാവിന്റെ ഒരു ഇടപെടൽ സംഭവിച്ച് നാളെയിൽ സംഭവിക്കാണ്ടിരിക്കുന്ന മാറ്റത്തിന് ഞാനൊരു ആധാരശിലയായി തീരാൻ എൻ്റെ ദൈവം എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ആർക്കും അതിനെ തടയാനാവില്ല. പരിഹസിക്കപ്പെടാ, ഒറ്റപ്പെടാ. ഞാൻ നിനക്കായി നിൽക്കുന്നു പിതാവേ. പ്രാർത്ഥിക്കാമോ? നമ്മളൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. ആത്മാർത്ഥ ഇല്ലാഞ്ഞിട്ടല്ല, ദൂതില്ലാഞ്ഞിട്ടല്ല, കാര്യങ്ങൾ അറിയാഞ്ഞിട്ടുമല്ല. നമുക്ക് തിരിഞ്ഞു വരാൻ പറ്റുന്നില്ല, ഒന്ന് കുടഞ്ഞു കളയാൻ പറ്റുന്നില്ല.
എവിടെയോ ബന്ധനസ്ഥനായിരിക്കുന്ന, ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥ വിട്ട് നമുക്കൊന്ന് തിരികെ നടക്കണം. ആഗ്രഹമുണ്ടോ? ഇന്ന് രാത്രി ആ ആഗ്രഹം മുമ്പിൽ വെച്ചുകൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ചേ, ഒന്ന് തിരികെ നടന്നേ, ഒന്ന് തിരിച്ചു വന്നേ. എനിക്കൊന്ന് ഈ ബന്ധനങ്ങളെ കുടഞ്ഞു കളഞ്ഞ് ഒന്ന് സ്വതന്ത്രനാകണം. എൻ്റെ കൈയും കാലുമൊക്കെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു, നാവുകൾ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു. ഇറങ്ങി പ്രവർത്തിക്കാനാവാത്ത വിധം ഞാൻ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്ന ഭീതിജനകമായ ഈ കെട്ടുകളെ പൊട്ടിച്ച് ഈ ബന്ധനങ്ങളെ തകർത്ത് എനിക്കൊന്ന് ജയിക്കണം. ആഗ്രഹമുണ്ടോ? നമുക്ക് ദൈവസ്ഥലം എഴുന്നേറ്റ് നിൽക്കാം. പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ദൈവസ്ഥലിൽ ഭരമേൽപ്പിക്കപ്പെടാൻ പോകുകയാണ്. പ്രാർത്ഥിക്കാൻ എല്ലാവരും പ്രാർത്ഥിച്ചേ. തമ്പുരാൻ ഇടപെടട്ടെ, ദൈവം ഇടപെടട്ടെ. എനിക്ക് ക്രൂശിന് സാക്ഷിയാക്കണം. എനിക്ക് യേശുവിനെ പ്രസംഗിക്കണം. ആരെയും നോക്കി നിൽക്കുന്നില്ല. എനിക്ക് യേശുവിൻ്റെ മകനായി, യേശുവിൻ്റെ മകളായി അവിടുത്തെ വയൽപ്രദേശത്ത് അധ്വാനിക്കണം. ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, പോരാ. 50 പേർ കൂടുന്ന സഭ, 100 പേർ കൂടുന്ന സഭ, 10 പേർ കൂടുന്ന സഭ, അതിനുള്ളിൽ ഞെരുങ്ങി എനിക്കെങ്ങനെ കഴിയാമെന്നല്ല. എനിക്കൊന്ന് വിശാലമാകണം. എനിക്കൊന്ന് ഇറങ്ങി പുറപ്പെടണം. സ്നാനത്തിൻ്റെ എണ്ണം കൂടണം. പുതുതായി ദൈവത്തിലേക്ക് വരുന്നവരെ എണ്ണം കൂടണം. എല്ലാ അതിർവരമ്പുകളെയും ലംഘിച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെടണം. ആർക്ക് ആഗ്രഹമുണ്ട് സ്വയം ഒന്ന് സമർപ്പിക്കുക. ഹല്ലേലൂയ. പ്രസംഗിക്കുന്നവരുണ്ടാകാം, പ്രസംഗത്തിന് മൂർച്ച വരട്ടെ. ദർശനം കാണുന്നവരുണ്ടാകാം, ആ ദർശനത്തിന് നിറം വരട്ടെ, അതിന് ആഴം വരട്ടെ, അതിന് ശക്തി വരട്ടെ. പ്രാർത്ഥന ഒരു വരം പോലെ ഉപയോഗിക്കുന്നവരുണ്ടാകാം. രാത്രിയും പകലും വേർതിരിച്ച് ഓലോല കണ്ണീരൊഴുക്കുന്ന സഹോദരന്മാർ ഇവിടെ ഉണ്ടാകാം. പോരാ, നമുക്കൊന്ന് ശക്തിപ്പെടണം. ഒരു ജ്വലനം എനിക്ക് ആവശ്യമുണ്ടെന്ന് തിരിച്ചറിവ് ആർക്കുണ്ട് ഇന്ന് രാത്രി? ഞാൻ ആ തിരിച്ചറിവില്ല. എനിക്കായി പ്രാർത്ഥിക്കണമേ. നിങ്ങൾക്ക് ആ തിരിച്ചറിവുള്ളവർ മാത്രം കരമുയർത്തിയാട്ടെ. ഒരു വേള പ്രാർത്ഥിക്കാൻ പോകുക. ചില കരമുയർത്തുന്നു. ആ മനോഹരമായ പ്രേരണയ്ക്ക് മുമ്പിൽ അതൊരു കീഴടങ്ങല. ഫാദർ, ഐ ഹാവ് സം ലിമിറ്റേഷൻസ്. എനിക്ക് ചില പരിമിതികളുണ്ട് കർത്താവേ. അങ്ങയുടെ ആത്മാവിന് ഇടപെടാൻ കഴിയാത്ത അവിശ്വാസങ്ങൾ, ദൂതിലും വാഗ്ദത്തങ്ങളിലും വിശ്വസിക്കാൻ കഴിയാത്ത ചില ഇടുക്കം എൻ്റെ ജീവിതത്തിലുണ്ട്. ഇറങ്ങിപ്പുറപ്പെടാൻ കഴിയാത്ത തടസ്സം എൻ്റെ ജീവിതത്തിലുണ്ട്. എങ്കിലും എൻ്റെ സമർപ്പണത്തെ അത് ചെറുതാക്കുന്നില്ല. ഞാൻ സമർപ്പണം ചെയ്യുന്നു. കരങ്ങൾ താഴ്ത്തിടാ. ഞാനൊരു വാക്കിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനെ, ഇതാ ഞങ്ങൾ അവിടുത്തെ ദാസിമാർ. അങ്ങ് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഭവിക്കട്ടെ. അങ്ങയുടെ ഹിതം പോലെ ഞങ്ങൾക്ക് ഭവിക്കട്ടെ. നിന്റെ ആത്മാവ് ഞങ്ങളെ തൊട്ടുണർത്തി ഞങ്ങളുടെ ഉത്തരവാദിത്വത്തിൻ്റെ വഴിയിലൂടെ നയിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ സമർപ്പണം ചെയ്ത ഞങ്ങളുടെ മക്കളുടെ മീതെ നിന്റെ കൃപയാവരിക്കണം. അങ്ങ് പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ വലിയ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും വന്ദനം. കർത്താവ് വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.